Hi everyone, this is CMA May. So, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ മെയ് ഓർ ജൂൺ 2024 എക്സാംസിന് CA ഓർ CMA എക്സാംസിന് വന്നിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ്. ഓക്കെ, ഒരുപാട് അമെൻമെൻറ്റ്സ് പഠിക്കാനുണ്ട്. ബട്ട് ഐ മേഡ് ഇറ്റ് ഈസി ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് അതിനും നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ താഴെ തന്നെ, അതായത് ഈ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മറ്റുള്ള ഫീഡ്ബാക്കൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. യെസ്, അപ്പോൾ പിന്നെ ഈ വീഡിയോ ഞാൻ ആക്ച്വലി എന്താ പറയുക, ഇൻ്ററിൻ്റെയും ഫൈനലിൻ്റെയും കൂടെ ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുമിച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് 2 വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കാരണം ഇൻ്ററിൻ്റെ അമെൻമെൻറ്റ്സ് ദാറ്റ് ഈസ് ഈക്വലി അപ്ലിക്കബിൾ ഫോർ ദ ഫൈനൽ ആൾസോ. പക്ഷേ ഫൈനലിൽ ആ അമെൻമെൻറ്റ്സ് ഇൻ്ററിൻ്റെ ബാധകമല്ല. അപ്പോൾ അത് ഞാൻ പറയും, ഫൈനലിൻ്റെ കേസ് ഞാൻ പറയും. അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ഇൻ്ററിൻ്റെ കുട്ടികൾ അത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡയറക്റ്റ് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെ അമെൻമെൻറ്റ് നമ്മുടെ സപ്ലൈ ചാപ്റ്ററിലാണ്. സപ്ലൈ ചാപ്റ്ററിൽ വി ഓൾ നോ ദറ്റ് ഷെഡ്യൂൾ 3 അല്ലേ. ഷെഡ്യൂൾ 3 എന്തായിരുന്നു മക്കളെ? ഷെഡ്യൂൾ 3 ഈസ് ആക്ച്വലി നോട്ട് സപ്ലൈ, നെഗറ്റീവ് ലിസ്റ്റിൻ്റെ സംഭവമായിരുന്നു ഷെഡ്യൂൾ 3. കറക്റ്റ്. അപ്പോൾ നെഗറ്റീവ് ലിസ്റ്റിൻ്റെ കേസിൽ ദേ ഹാവ് അമെൻഡഡ് ലൈക്ക് ദിസ്. അതായത് ആക്ഷനബിൾ ക്ലെയിംസ്, നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാകും. ആക്ഷനബിൾ ക്ലെയിംസ് എന്താണ്? സപ്ലൈ അല്ല. പണ്ട് അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ്, ക്യാംബ്ലിംഗ് ഇത് മാത്രം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പുതിയൊരു വേർഡ് പറയാണ്, ആക്ഷനബിൾ ക്ലെയിംസ് അതർ ദാൻ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ്. എന്താണ് സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ്? യെസ്, ഓക്കെ. ഇപ്പോൾ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ് എന്നുള്ള സംഭവമാണ് അവർ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുതിയ അമെൻമെൻറ്റ് കാരണം എന്ത് ചെയ്തു, നമ്മളുടെ കസിനോസ് ആൻഡ് ഹോഴ്സ് റേസിംഗ് ആൻഡ് ഓൺലൈൻ മണി ഗെയിമിങ്സ് അല്ലേ, ഇതിനെ എന്തായിട്ട് കണക്കാക്കി? ഇതും കൂടെ സപ്ലൈ ആയിട്ട് കണക്കാക്കി. പിന്നെ ഓൺലൈൻ മണി ഗെയിമിങ്ങിൻ്റെ എന്താ പറയുക, ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ഓൺലൈൻ മണി ഗെയിമിംഗ് എന്താണ്? എന്നെ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇറ്റ് മീൻസ് ഓൺലൈൻ ഗെയിമിംഗ് ഇൻ വിച്ച് പ്ലേയേഴ്സ് പേ ഓർ ഡെപ്പോസിറ്റ് മണി ഓർ മണീസ് വർത്ത് ഇൻക്ലൂഡിംഗ് VDM, വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്, നമ്മുടെ ബിറ്റ്കോയിൻ പോലത്തെ സാധനങ്ങൾ, ഇൻ ദ എക്സ്പെക്ടേഷൻ ഓഫ് മിന്നിങ് മണി ഓർ മണീസ് വർത്ത് ഇൻക്ലൂഡിംഗ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് in an event including game, scheme, competition or any other activity or process, whether or not outcome or performance is based on skill, chance or both. അതൊക്കെ ആവാം. ഓക്കെ, അങ്ങനെയാവാം. പിന്നെ വെദർ ദ സെയിം ഈസ് പെർമിസിബിൾ ഓർ അതർവൈസ് അണ്ടർ എനി അതർ ലോ ഫോർ ദ ടൈം. അത് എന്താണ്? ഇപ്പോൾ പെർമിസിബിൾ ഗെയിമിംഗ് ആണെങ്കിൽ നോൺ പെർമിസിബിൾ ഗെയിമിംഗ് ആണെങ്കിലും ഒക്കെ സപ്ലൈ ആണ്. അതാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് അമെൻമെൻറ്റ്. അപ്പോൾ ഹിയർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ടേം, യു ഹാവ് ടു റിമെമ്പർ ദിസ് ടൈം ആക്ച്വലി സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ് അല്ലേ. നിങ്ങൾക്ക് സൗണ്ട് വരുന്നുണ്ടാവും, ഞാൻ വീട്ടിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ സൗണ്ടൊക്കെ വരുന്നുണ്ടാവും. സോ അതൊക്കെ നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് എന്ത് ചെയ്യുക, കണ്ടിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, സോ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ്. അപ്പോൾ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ് ഏതൊക്കെയാണെന്നുള്ള ഒരു വേർഡ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. സോ ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ബട്ട് ഈസ് നൗ. അപ്പോൾ അത് ക്ലിയർ അല്ലേ? സ്പെസിഫൈഡ് ആക്ഷൻ. അപ്പോൾ ഇത് ഷെഡ്യൂൾ 3 വന്ന അമെൻമെൻ്റ് ആണ്. ഞാൻ അങ്ങനെ കാണിച്ചു തരാം, ഓരോ ടോപ്പിക്സും എവിടെയാണ് എന്നുള്ള അമെൻമെൻറ്റ് വന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നെക്സ്റ്റ് അമെൻമെൻറ്റ് ഈസ് ആക്ച്വലി ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 2ൽ ദേ മെയ്ഡ് എ സർക്കുലർ. അപ്പോൾ ഷെഡ്യൂൾ 2ൽ ഞാൻ പിന്നെ ഫൈനലിൻ്റെ ബുക്കിൽ, എൻ്റെ ഫൈനലിൻ്റെ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇവിടെ തന്നെ സപ്ലൈ ചാപ്റ്ററിൻ്റെ അവസാനം തന്നെ അതിൻ്റെ ഷെഡ്യൂൾ 2ൻ്റെ താഴെ തന്നെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻ്റർനെറ്റ് സ്റ്റുഡൻസിൻ്റെ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം ഞാൻ ക്ലാരിഫിക്കേഷൻസ് എല്ലാം കൂടെ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഈ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം ഉണ്ടാവും ഈ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അത് വായിക്കാം. അപ്പോൾ എന്താണ് അമെൻമെൻറ്റ് നോക്കാം. അവർ പറയാണ്, ഷെഡ്യൂൾ 2ൽ പറയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഫുഡ് ഐറ്റംസ് ഇസ് എന്താണ്, സർവീസാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമ ഹാളിൽ നമ്മൾ സിനിമ കാണാൻ പോകാറില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഏതാ പടം ഇറങ്ങിയത്? നേരിറങ്ങി, വാലിബൻ ഇറങ്ങി, പിന്നെ അതൊക്കെ ഒരുപാട് പടങ്ങൾ നമ്മൾ ഇറങ്ങി അല്ലേ. അപ്പോൾ അതിലൊക്കെ നമ്മൾ പോയിട്ട് എന്താണ് ബേസിക്കലി ഇതിൻ്റെ സമയത്ത് ഫുഡ് കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ സപ്ലൈ ഫുഡ് അറ്റ് സിനിമ ഹാൾ ടാക്സബിൾ ആസ് എ റെസ്റ്റോറൻറ്റ് സർവീസ് ആസ് ദ ടേം ഈറ്റിംഗ് ജോയിൻ ഈസ് എ വൈഡ് ടേം. അതായത് പിന്നെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഷെഡ്യൂൾ 2 എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ടേക്ക് ദ ഷെഡ്യൂൾ 2, പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഫുഡ് ഐറ്റംസ് എന്താണ് ബേസിക്കലി, ദാറ്റ് ഈസ് ആക്ച്വലി സർവീസാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓക്കെ, ഈ എന്താ പറയുക ടാക്സബിൾ റെസ്റ്റോറൻറ്റ്, നമ്മളെ ഈ പറഞ്ഞ സിനിമ ഹാളിൽ സെയിൽ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതിനെയും റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ടാക്സബിൾ ആക്കാം. അപ്പോൾ ദിസ് ഈസ് അപ്ലിക്കബിൾ വെദർ ദ സിനിമ ഓപ്പറേറ്റർ ആൻഡ് ദ റിഫ്രഷ്മെൻറ്റ് റേറ്റിംഗ് സ്റ്റാൾ ഔട്ട്സോഴ്സ് സെയിം ടു അനദർ പേഴ്സൺ. അപ്പോൾ പിന്നെ
അപ്പോൾ എങ്ങനെയായാലും ഈ പ്രൊവിഷൻ വരും. അതായത് സിനിമാ ഹാള് എന്താ പറയുക, ഇവർ സ്വന്തമായിട്ട് റൺ ചെയ്യുന്നതാണോ അത് ഔട്ട്സോഴ്സ് ചെയ്താണോ, എങ്ങനെയാണെങ്കിലും ഈ പ്രൊവിഷൻ വരും. അപ്പോൾ പിന്നെ ഇനി ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് രണ്ട് രീതിയിലാണ് ടാക്സേഷനെ കുറിച്ച് പറയുന്നത്. ടാക്സബിലിറ്റി ഞാൻ ചുരുക്കിയതാണ്, ഇതിനൊക്കെ ചുരുക്കിയതാണ്. ഇത് വലിയ പിന്നെന്താ പറയുക ഒരുപാട് ടോപ്പിക് പിന്നെന്താ പറയുക പോയിൻറ്റ്സ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വളരെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ചെറുത് ചുരുക്കിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടാക്സബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിനിമ ഹാളുണ്ടല്ലോ അത് സപ്ലൈ ഇൻഡിപെൻഡൻറ്റ് ഓഫ് സിനിമ എക്സിബിഷൻ സർവീസ്. അത് നോർമലി അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളുടെ കേസിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്ന സംഭവമാണ്. അല്ലാതെ ടിക്കറ്റിൻ്റെ കൂടെ ഒന്നുമല്ല നമുക്ക് തരാറില്ലേ, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് റെസ്റ്റോറൻറ്റ് സർവീസാണ്. നോർമലി ഇങ്ങനെ തന്നെ ഉണ്ടാവുക, റെസ്റ്റോറൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ സിനിമ ഹാളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ടിക്കറ്റിൻ്റെ ഭാഗമല്ല. രണ്ടാമതൊരു സിനിമ ടിക്കറ്റ് ആൻഡ് ഫുഡ് ആൻഡ് ബിവറേജസ് ക്ലബ്ഡ് ടുഗെദർ ആൻഡ് സാറ്റിസ്ഫൈഡ് ദ ടെസ്റ്റ് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ. അത് ഒരുമിച്ചാണ് സപ്ലൈ ചെയ്യുന്നത് വിചാരിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ടിക്കറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആസ് പാർട്ട് ഓഫ് സിനിമ ടിക്കറ്റ് ദേ സപ്ലൈയിങ് ഫുഡ് ഐറ്റംസ് ആൾസോ. അങ്ങനെയാണെങ്കിൽ എൻ്റയർ എമൗണ്ട് ടാക്സ് ബൈ ദ റേറ്റ് ഓഫ് സിനിമ എക്സിബിഷൻ. കാരണം അവിടെ സിനിമ എക്സിബിഷനാണ് അവിടുത്തെ മെയിൻ സപ്ലൈ. അതിൻ്റെ കൂടെയാണ് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കണം. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈൻ്റെ ബാക്കിയുള്ള ടെസ്റ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ, അതായത് ഏകദേശം ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നു അല്ലേ, അങ്ങനെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കണം എന്ന് വെച്ചാൽ സിനിമ എക്സിബിഷൻ സപ്ലൈ ആയിട്ട് കണക്കാക്കണം. അപ്പോൾ റെസ്റ്റോറൻ്റ് ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സിനിമ ഹാളിൽ ഫുഡ് കൊടുക്കുന്നതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോർമലി അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതായത് ഫുഡ് ഐറ്റംസ് വേറെയാണ്, സിനിമ ടിക്കറ്റ് വേറെയാണ്. രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ലാതെയാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു ഫുഡ് ഐറ്റംസിന് റെസ്റ്റോറൻറ്റ് സർവീസിൽ കാറ്റഗറൈസേഷൻ ചെയ്താൽ മതി. മറ്റുള്ള സാധാ ടിക്കറ്റിൻ്റെ റേറ്റും വെച്ച് അപ്ലൈ ചെയ്യുക. പക്ഷേ രണ്ടും കൂടെ ക്ലബ് ടുഗെദർ ആണെങ്കിൽ ഓക്കെ, ടിക്കറ്റിൻ്റെ കൂടെയാണ് ഫുഡ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ടി വരും. ഇതാണ് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് വൺ ഈസ് holding shares by holding company. Holding shares by holding company in subsidiary company is supply or not. ഇതൊന്നും ആവശ്യമില്ലാത്തൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇവർ പറഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഷെയർ ഈസ് എ സെക്യൂരിറ്റി ഈസ് നോട്ട് എ ഗുഡ്സ് ഓർ സർവീസ് അല്ലേ. അങ്ങനെയല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. സെക്യൂരിറ്റി ഗുഡ്സിലും വരുന്നില്ല, സർവീസിനും വരുന്നില്ല. അപ്പോൾ ഷെയർ എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡിങ് സെക്യൂരിറ്റിയിൽ വരുന്ന സംഭവമാണ് ഷെയർ. അപ്പോൾ ഇവർ പറയാണ് ഈ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കണം. അവർ തന്നെ ഡൗട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ SAC എന്നുള്ളൊരു സംഭവമുണ്ട് നമ്മൾ സർവീസ് അക്കൗണ്ടിങ് കോഡ്, നമ്മൾ HSN പോലത്തെ മറ്റൊരു കോഡാണ് SAC. അപ്പോൾ SAC ഷെയറുമായി ബന്ധപ്പെട്ടൊരു SAC ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ SAC ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് സപ്ലൈ ആണെന്ന് എന്താ നിർബന്ധം? SAC ഉണ്ട്, ഷെയറിന് SAC ഉണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് വന്നു, ഈ പറഞ്ഞ ഷെയർ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏതായാലും SAC ഉണ്ടല്ലോ. അപ്പോൾ SAC ഉണ്ടെങ്കിൽ പിന്നെ സർവീസ് അക്കൗണ്ടിങ് കോഡ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ക്ലാരിഫിക്കേഷൻ, സെക്യൂരിറ്റീസ് നീദർ ഗുഡ്സ് സർവീസസ്, സെക്യൂരിറ്റി ഇൻക്ലൂഡ് ഷെയർസ്, hence shares are not coming within the purview of section 7, therefore it is not supply. അതൊന്നൊരു എക്സാമിൽ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ ആൻസറിൽ വരണം. അതായത് ഒന്ന് സെക്യൂരിറ്റി എന്തല്ല, ഗുഡ്സ് സർവീസ് അല്ല. ഇനി സെക്യൂരിറ്റിയിൽ ഷെയർ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് നോട്ട് സപ്ലൈ. അപ്പോൾ ആ രീതിയിലുള്ള ആൻസറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഈ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ. ഈ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യം എന്താണ്? ഒരാവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഷെയർ സെക്യൂരിറ്റിയാണ്, അതുകൊണ്ട് സപ്ലൈ അല്ല. പിന്നെ എന്തിനാണ് സെപ്പറേറ്റ്ലി ഇങ്ങനെ പറയേണ്ട ആവശ്യം? ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ എന്താ പറയുക ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് സപ്ലൈ ആണ്, സപ്ലൈ അല്ല എന്ന് അവർ തന്നെ ഡൗട്ട് ഉണ്ടാക്കിയിട്ട് അവർ തന്നെ നമ്മൾ ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം വല്ലതുണ്ടോ? ഇല്ല. നമുക്ക് വെറുതെ പഠിക്കാൻ വേണ്ടി കുറേ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരുന്നല്ലാതെ ഒരു ഉപകാരമില്ല. അപ്പോൾ ഇതൊക്കെ ഇത്രയാണ് ബേസിക്കലി അതിലുള്ള അമെൻമെൻറ്റ്സ്. ഓക്കെ, ഇത് നമ്മളുടെ ഇൻ്റർനും ഫൈനലും ഒക്കെ ഈ പറഞ്ഞ അമെൻമെൻറ്റ്സ് ബാധകം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ചാർജിങ് ചാപ്റ്ററിൽ എന്താണ് അമെൻമെൻറ്റ്സ് നോക്കാം. ഓക്കെ, ചാർജിങ് ചാപ്റ്ററിൽ ലെറ്റ്സ് സീ വാട്ട് ആർ ദി അമെൻമെൻറ്റ്സ് ബഡീസ്. അപ്പോൾ ചാർജിങ് നിങ്ങൾക്ക് പിന്നെ അറിയുന്നുണ്ടാവും. ചാർജിങ്ങിൽ 9 സബ്സെക്ഷൻ 5 അല്ലേ. 9 സബ്സെക്ഷൻ 5 എന്ന് പറഞ്ഞാൽ ECOൻ്റെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ECO GST അടയ്ക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ടോപ്പിക്സിൻ്റെ എക്സ്പ്ലനേഷനിൽ കൂടുതൽ കിടക്കുന്നില്ല. അങ്ങനെയാണ് നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഞാൻ അമെൻമെൻറ്റ്സ് മാത്രം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും 9 സബ്സെക്ഷൻ 5ൻ്റെ കേസിൽ വി ഹാവ് 5
സർവീസസ് വെയർ ECO ഷാൾ പേ ദ GST. ഈ 5 കേസുകളിൽ ആരാ GST അടയ്ക്കേണ്ടത്? ECO ആണ് GST അടയ്ക്കേണ്ടത് അല്ലേ? 5 കേസുകളിൽ ECO ആണ് GST അടയ്ക്കേണ്ടത്. അതിലെന്താ അമെൻമെൻ്റ് എന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ കേസിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ബൈ റേഡിയോ ടാക്സി, മോട്ടോർ ക്യാബ്, ടാക്സി ക്യാബ് ഓർ എനി അതർ വെഹിക്കിൾ. നേരത്തെ ഇൻക്ലൂഡിങ് ഓംനിബസ് ആയിരുന്നു അവിടെ. ഇപ്പോൾ പറയുന്നത് അതർ ദാൻ ഓംനിബസ്. അപ്പോൾ ഓംനിബസ് അല്ലാത്ത ബാക്കി എല്ലാ കേസിലും ഡെഫിനറ്റ്ലി ECO ഷാൾ പേ ദ GST. ഇനി ഓംനിബസിൻ്റെ കേസിലോ? ഓംനിബസിൻ്റെ കേസിലും ECO തന്നെ പേ ചെയ്യേണ്ടത്. പിന്നെ അതിന് അവർ സെപ്പറേറ്റ്ലി അമെൻമെൻറ്റ് കൊണ്ടുവന്നത് അവർ പറയുകയാണ് സർവീസ് ബൈ ട്രാൻസ്പോർട്ടേഷൻ പാസഞ്ചർ ബൈ ഓംനിബസിൻ്റെ കേസിലും ECO തന്നെയാണ് GST അടയ്ക്കേണ്ടത്, അതിൽ മാറ്റില്ല. പക്ഷെ എന്താ മാറ്റം എന്ന് വെച്ചാൽ എക്സെപ്റ്റ് വേർ ദ പേഴ്സൺ സപ്ലൈങ് സർവീസസ് ത്രൂ ECO ഈസ് എ കമ്പനി. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പിന്നെ അമെൻമെൻറ്റിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സിൻ്റെ കേസിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ അതർ ദാൻ ഓംനിബസ് ആണെങ്കിൽ ഈ ഓംനിബസ് എന്താ? സാധാ ബസ്സാട്ടോ. ബസ്സിൻ്റെ ശരിക്കും പേരാണ് ഓംനിബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, സാധാ ബസ്. അപ്പോൾ ബസ്സിൻ്റെ കേസ്, പിന്നെ അതർ കേസസ് പിന്നെ ഓംനിബസിൻ്റെ കേസ് അല്ലെ, ബസ്സിൻ്റെ കേസ് ഇത് അതർ ദാൻ ബസ്സാണ്, ഇത് ബസ്സാണ്. അതർ ദാൻ ബസ്സാണെങ്കിൽ നിർബന്ധമായിട്ട് ആരെ പേ ചെയ്യണം? ECO ഷാൾ പേ ദ GST. ബസ്സിൻ്റെ കേസാണെങ്കിൽ ആ ബസ്സിൻ്റെ സപ്ലയർ കമ്പനിയാണെങ്കിൽ ആര് തന്നെ പേ ചെയ്യാം? സപ്ലയർ തന്നെ പേ ചെയ്യാം. അതർ ദാൻ കമ്പനി ആണെങ്കിൽ അപ്പോൾ ആര് പേ ചെയ്യണം? ECO പേ ചെയ്യണം. ദിസ് ഈസ് അമെൻമെൻറ്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ക്വസ്റ്റ്യനിലൊക്കെ അവർക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന അമെൻമെൻ്റ് ആണ്. സോ ബി കെയർഫുൾ ബഡീസ്. ഓക്കെ, പിന്നെ അടുത്ത അമെൻമെൻറ്റ്, നെക്സ്റ്റ് അമെൻമെൻറ്റ് ഈസ് RCMൻ്റെ കേസിൽ വന്ന അമെൻമെൻ്റ് ആണ്. ഓക്കെ, RCMൻ്റെ കേസ് എടുക്കാം. അമെൻമെൻറ്റ് കാണിച്ചാൽ RCMൻ്റെ അമെൻമെൻറ്റ് വെച്ചാൽ നമ്മൾ ഡയറക്ടറുടെ കേസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയറക്ടറുടെ കേസിൽ ആരാണ് GST അടയ്ക്കേണ്ടത്? ഡയറക്ടറുടെ കേസിൽ ആരാണ് GST അടയ്ക്കേണ്ടത്? കമ്പനിയാണ്, റെസിപ്പിയൻ്റ് ആയിട്ടുള്ള കമ്പനിയാണ് GST അടയ്ക്കേണ്ടത്. പക്ഷേ അവിടെ ക്ലാരിഫിക്കേഷൻ പറയുന്നുണ്ട്, സർവീസ് സപ്ലൈഡ് ബൈ ദ ഡയറക്ടർ വിച്ച് ആർ സപ്ലൈഡ് ഇൻ ദ കപ്പാസിറ്റി ഓഫ് ദ ഡയറക്ടർ. Okay, then the company shall pay the GST under RCM. However, service by director in his personal capacity, like renting of immovable property to company, is not taxable under RCM. അതായത് ഇപ്പോൾ ഡയറക്ടർ കമ്പനിക്ക് സർവീസ് കൊടുക്കുന്നു, രണ്ട് രീതിയിൽ സർവീസ് കൊടുക്കാം. ആസ് എ ഡയറക്ടറുടെ കപ്പാസിറ്റിയിൽ സർവീസ് കൊടുക്കാം. അതിൻ്റെ കേസ് നേരത്തെ പോലെ തന്നെ അത് RCMലാണ് ടാക്സബിൾ ആവുക. പിന്നെ എന്താ അമെൻമെൻ്റ് എന്ന് വെച്ചാൽ, ഈ ഡയറക്ടർ അയാളുടെ പേഴ്സണൽ അസറ്റുകൾ അല്ലെങ്കിൽ പേഴ്സണൽ കപ്പാസിറ്റിയിൽ കമ്പനിക്ക് സർവീസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹീ ഈസ് ആക്ച്വലി പ്രൊവൈഡിങ് സർവീസസ് ലൈക്ക് റെൻറ്റിങ് ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി. അയാളുടെ ഒരു ബിൽഡിംഗ് കമ്പനിക്ക് വാടക കൊടുക്കുകയാണ്. ആ സിറ്റുവേഷൻസിലൊക്കെ എന്താ സംഭവിക്കുക? ദാറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ FCM. ഓക്കെ, അതാണ് ആ ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വി ഹാവ് ഡൺ, ദിസ് വി ഹാവ് ഡൺ ആൻഡ് ദിസ് ഓൾസോ വി ഹാവ് ഡൺ. ഇനി അടുത്ത ഒരു അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ 3-4 അല്ലേ? ഈ കേസിൽ ഇത്രയേ ഉള്ളൂ. അതായത് അത് ഞാൻ ഇവിടെ വായിക്കേണ്ടത്, ഞാൻ അമെൻമെൻറ്റ് കാണിച്ചു തരാം. ഓക്കെ, അമെൻമെൻറ്റ് കാണിച്ചു തരാം. അതായത് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ, ഗവൺമെൻറ്റിൻ്റെ RCM സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് കേസ് നമുക്കറിയാം, നേരത്തെ എങ്ങനെയായിരുന്നു? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി. അവിടെ വേറൊന്നും മാറ്റില്ല. ഞാൻ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഗവൺമെൻറ് എങ്ങനെയാണ് ടാക്സുകളെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് കേസിൽ നമുക്കറിയാം, അവർ ബിസിനസ് എൻറ്റിറ്റിക്ക് ആണെങ്കിൽ അത് ടാക്സ് അണ്ടർ RCM ആണ്. എന്താ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, ആ സെൻട്രൽ ഗവൺമെൻറ് അവിടെ ഒരു ചെറിയ കാര്യം ആഡ് ചെയ്തു, എക്സ്ക്ലൂഡിങ് മിനിസ്ട്രി ഓഫ് റെയിൽവേ. അപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റ് ഏതിന് ബാധകമല്ല? ഇന്ത്യൻ റെയിൽവേക്ക് ബാധകമല്ല. പിന്നെ എന്താ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, നമുക്കറിയാം എക്സെപ്ഷൻ എന്ന് വെച്ചാൽ FCMൽ ടാക്സബിൾ ആവും അല്ലേ? FCMൽ ടാക്സബിൾ ആവുന്ന കേസ് ഗവൺമെൻറ് ഞാൻ വീണ്ടും പറഞ്ഞിട്ട് പിന്നെ ടോപ്പിക് ക്ലാരിറ്റി ഞാൻ പറയില്ല. ടോപ്പിക് ക്ലാരിറ്റി നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ മുമ്പത്തെ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്ക് വായിക്കുക. ഞാൻ ജസ്റ്റ് അമെൻമെൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല, സാറിൻ്റെ ക്ലാസ് മനസ്സിലാവുന്നില്ല പറയാൻ നിൽക്കരുത്. കാരണം വെച്ചാൽ ഞാൻ ആ ഒരു ഇത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിവേ ലിസൺ. അപ്പോൾ എന്താ പറയുക, ഇവിടെ എക്സെപ്ഷൻ നമുക്കറിയാം, ഈ 4 കേസുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ FCM. അപ്പോൾ എന്താ അമെൻമെൻറ്റ് വെച്ചാൽ, സർവീസ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൻ്റെ അവിടെ അവരെന്ത് ചെയ്തു, മിനിസ്ട്രി ഓഫ് ഇന്ത്യൻ റെയിൽവേ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ റെയിൽവേ ടിക്കറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ FCM. അത്രേ ഉള്ളൂ.
പോസ്റ്റ് ഓഫീസ് ടാക്സ് അണ്ടർ FCM ആണ്, അതുപോലെ തന്നെ റെയിൽവേയും ടാക്സ് അണ്ടർ FCM ആണ്. ഇത് ബേസിക്കലി എന്താ പറയുക, നമ്മളുടെ അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് റെയിൽവേൻ്റെ കേസ്. ഇപ്പോൾ നമ്മൾ റെയിൽവേ ടിക്കറ്റ് കേസൊക്കെ ടാക്സ് അണ്ടർ FCM തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്നുകൂടിയും ഇനി റെയിൽവേൻ്റെ മറ്റുള്ള സർവീസും കൂടെ, ഏത് സർവീസാണ് റെയിൽവേ ചെയ്യുന്ന എല്ലാ സർവീസുകളും എന്തുതന്നെയാണ്, ദാറ്റ് വിൽ ബി ടാക്സ് അണ്ടർ FCM ആണ്. അതിപ്പോൾ റെയിൽവേൻ്റെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും റെയിൽവേ ടിക്കറ്റ് അല്ലാതെ വേറെ എന്ത് സർവീസ് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുക? റെയിൽവേൻ്റെ അസറ്റ് ലീസിന് കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ബേസിക്കലി ടാക്സ് അണ്ടർ FCM ആണ്. അപ്പോൾ റെയിൽവേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ടാക്സ് അണ്ടർ FCM ആണ്, നോട്ട് RCM. അത്രേ ഉള്ളൂ. അപ്പോൾ റെയിൽവേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ FCM ആണ്. അതാണ് ഒരു അമെൻമെൻറ്റിൻ്റെ കേസ്. ഓക്കെ, പിന്നെ ഇവിടെയും ഈ അമെൻമെൻറ്റ് ഭാഗത്ത് കണ്ടോ, ഈ ഒരു റെൻറ്റിങ് ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടിയിൽ അവിടെയും സർവീസ് ബൈ ഗവൺമെൻറ് അവിടെ എക്സ്ക്ലൂഡിങ് റെയിൽവേ എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി, എക്സ്ക്ലൂഡിങ് റെയിൽവേ. അപ്പോൾ എക്സ്ക്ലൂഡിങ് റെയിൽവേ എന്ന് പറയുമ്പോൾ റെൻറ്റിങ് ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇമ്മോബിൾ പ്രോപ്പർട്ടി റെയിൽവേൻ്റെ ഇമ്മോബിൾ പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് FCM ആണ്. റെയിൽവേൻ്റെ ഇമ്മോബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ദാറ്റ് വിൽ ബി ടാക്സ് അണ്ടർ FCM ഈവൻ ഇഫ് ദ business entity is registered. Even if the business entity is registered, that will be taxable under FCM. അതാണ് അമെൻമെൻറ്റ്. ഓക്കെ, ഈ അമെൻമെൻറ്റുകൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കണ്ടോ. ഞാൻ ഈ അമെൻമെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കാരണം വെച്ചാൽ മറ്റിൻ്റെ കൂടെ എടുക്കാതെ എന്താണ് കാരണം വെച്ചാൽ അമെൻമെൻറ്റ് സെപ്പറേറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, കണക്ട് ചെയ്ത് പഠിക്കാൻ കഴിയും. ഓക്കെ, യെസ്. അപ്പോൾ ഏതായാലും എന്തൊക്കെ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ അല്ലേ, അതായത് ഫസ്റ്റ് അവർ പറഞ്ഞു എക്സ്ക്ലൂഡിങ് മിനിസ്ട്രി ഓഫ് റെയിൽവേ പറഞ്ഞു. പിന്നെ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഈ റെൻറ്റിങ് ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി അവിടെയും അവരെന്ത് ചെയ്തു, എക്സ്ക്ലൂഡിങ് മിനിസ്ട്രി ഓഫ് റെയിൽവേ ആഡ് ചെയ്തു. ഇതാണ് അതിൽ വന്ന അമെൻമെൻറ്റ്. സെറ്റല്ലേ? ഓക്കെ, പിന്നെ ഉള്ള അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ 1 സെക്കൻഡ്, അതിൽ ഒന്ന് ഇനി വേറെ എന്തെങ്കിലും അമെൻമെൻ്റ് ഉണ്ടോ? ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ നമ്മളെന്തൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ, സോ വി ഹാഡ് ഡിസ്കസ്ഡ് ദിസ് വൺ ആൻഡ് ഡയറക്റ്റ് ഡിസ്കസ് ചെയ്തു, ഇത് ഡിസ്കസ് ചെയ്തു, ഇത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ കുറച്ച് പിന്നെ ചാർജിങ്ങിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, ഫൈനലിൽ മാത്രം കേട്ടോ, ഫൈനലിൽ മാത്രമുള്ള കുറച്ച് അമെൻമെൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസ് കുറച്ചൊന്ന് വേണമെങ്കിൽ ഫോർവേഡ് ചെയ്തോ. അതായത് ഒന്നാമത്തെ അമെൻമെൻറ്റ് വെച്ചാൽ ഇവിടെ പ്രൊവിസോ ടു സെക്ഷൻ 5(1). അതായത് പ്രൊവിസോ ടു സെക്ഷൻ 5(1) എവിടെയെന്ന് വെച്ചാൽ നമ്മളുടെ ചാർജിങ് ചാപ്റ്ററിൽ ഫൈനലിൻ്റെ ബുക്കിലും കൊടുത്തിട്ടുണ്ടോ, ചാർജിങ്ങിൻ്റെ ചാപ്റ്ററിൽ യു ക്യാൻ സീ ഹിയർ വട്ട് ഈസ് ചാർജിങ്ങിൻ്റെ ചാപ്റ്ററിൽ ഉണ്ടാവും പ്രൊവിസോ എന്നുള്ള സംഭവം ഉണ്ടാവും. എവിടെയാണത്? ആസ് പെർ ദി പ്രൊവിസോ ടു സെക്ഷൻ 5. അതായത് ചാർജിങ്ങിൻ്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 9 അല്ലേ? സെക്ഷൻ 9 ആണ്. പിന്നെ അതിൻ്റെ IGSTൻ്റെ ഈക്വലൻറ്റ് സെക്ഷൻ 5 ആണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് പ്രൊവിസോ ടു സെക്ഷൻ 5 ഓഫ് IGST ആക്ട് പറയുന്നത് IGST വിൽ ബി ലെവീഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. നമുക്കെല്ലാവർക്കും അറിയാം ചാർജിങ് ചാർജിങ്ങിൻ്റെ പ്രൊവിഷൻസ് കവേർഡ് ആയിട്ടുള്ള സെക്ഷൻ 9 ആണ്. സെക്ഷൻ 9ലാണ് നമ്മൾ എപ്പോൾ GST ചാർജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇമ്പോർട്ടേഷൻ്റെ കേസിൽ ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ GST ആക്ട് ഒന്നും പറയില്ല. GST ആക്ട് എന്താണ് അതിൻ്റെ പ്രൊവിഷൻസ് ഒന്നും GST ആക്ടിലല്ല. അത് കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റംസിലാണ്, കസ്റ്റംസ് ആക്ടിലാണ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ എന്താ അമെൻമെൻറ്റ് വെച്ചാൽ അവർ പറയാണ് IGST വിൽ ബി ലെവീഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് അതർ ദാൻ സപ്ലൈ ഓഫ് ഓൺലൈൻ മണി ഗെയിമിംഗ്. ഓൺലൈൻ മണി ഗെയിമിങ്ങിൻ്റെ കേസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഗുഡ്സിൻ്റെ കേസിലും കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് IGST ചാർജ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മണി ഗെയിമിങ്ങിൻ്റെ കേസിൽ അത് ഇമ്പോർട്ടേഷനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ കൂടെ അതിൻ്റെ കമ്പ്യൂട്ടേഷനും അതിൻ്റെ ചാർജിങ്ങും എല്ലാം GST പ്രകാരം തന്നെയാണ് ചെയ്യേണ്ടത്, കസ്റ്റംസ് ആക്ട് പ്രകാരമല്ല. GST പ്രകാരമാണ്, കസ്റ്റംസ് ആക്ട് പ്രകാരമല്ല അതിൻ്റെ അതിൻ്റെ ചാർജിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ നോർമലി നമ്മൾ റെഫർ ചെയ്യേണ്ടത് കസ്റ്റംസ് ആക്റ്റാണ്. പക്ഷേ ഓൺലൈൻ മണി ഗെയിമിങ്ങിൻ്റെ ഇമ്പോർട്ടേഷൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ കേസിൽ GST ആണ് റെഫർ ചെയ്യേണ്ടത്. ആ ഒരു വ്യത്യാസമുള്ളൂ. അതാണ് അമെൻമെൻറ്റ്. ഓക്കെ, ഫൈൻ. പിന്നുള്ളത് ഫൈനലി ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് സർവീസസ് സപ്ലൈഡ് ബൈ നമുക്കൊരു പിന്നെ RCMൻ്റെ കേസ് ഉണ്ടായിരുന്നു. RCMൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഒരു IGST ആക്ട് പ്രകാരമുള്ള RCM ഉണ്ടായിരുന്നു. എവിടെയാണത്? ഈ സാധനം
service supplied by a person located non taxable by way of transportation of goods by vessel from a place outside India up to the custom station of clearance in India. പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ഒരു ഗുഡ്സ് കൊണ്ടുവരിക, എന്താണ് ഇൻ എ വെസൽ അല്ലേ, വെസലിൽ നമ്മൾ ഷിപ്പിൽ ഒരു ഗുഡ്സ് കൊണ്ടുവരികയാണെങ്കിൽ അത് RCMലാണെന്ന് പറഞ്ഞിരുന്നു, അതിപ്പോൾ ഒഴിവാക്കി. ദാറ്റ് ആക്ച്വലി റിമൂവ്ഡ്. ആ ഒരു സംഭവം ഇപ്പോൾ ഇല്ല, അതൊന്നും അത്ര സംഭവമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ FCM. ഏത് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ വെസൽ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ടു ഇന്ത്യ. അപ്പോൾ അത് RCM എന്ന് ഒഴിവാക്കി. അതാണ് ഒരു അമെൻമെൻറ്റ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അമെൻമെൻറ്റ് RCM ഗുഡ്സ് മേ അപ്ലിക്കബിൾ ഫോർ CA ഫൈനൽ ആൾസോ. അതായത് നമുക്ക് RCMൻ്റെ ഗുഡ്സ് ഉണ്ടായിരുന്നു അല്ലേ, RCMൻ്റെ ഗുഡ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ഗുഡ്സ് നോട്ടിഫൈഡ് ഫോർ RCM. ഈ RCM ഗുഡ്സ് ബേസിക്കലി CA ഫൈനലിൽ ഉണ്ടായിരുന്നില്ല. CA ഫൈനലിൽ എക്സാമ്പിൾ പറഞ്ഞിരുന്നു സർവീസ് മാത്രം ഉണ്ടായിരുന്നു, ഗുഡ്സ് ഇല്ല. ഇപ്പോൾ അവർ പറയുന്നത് ഗുഡ്സും ഉണ്ട്, CA ഫൈനലിൽ ഗുഡ്സും ഉണ്ട്. CMA ഫൈനലിൽ ഓൾറെഡി ഗുഡ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ CA ഫൈനലിലും കൂടെ ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ഈ RCM ഗുഡ്സുകൾ നിങ്ങൾ പഠിക്കണം. ഏതൊക്കെയാണ് ലിസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് മുമ്പുണ്ടായിരുന്ന സംഭവമാണ്, ഇത് പുതിയ അമെൻമെൻ്റ് ഒന്നല്ല. പക്ഷേ ഇത്ര കാര്യമുള്ളൂ. അത് ഇപ്പോൾ എക്സാമിൽ ചോദിക്കും, CA ഫൈനൽ എക്സാമിൽ ചോദിക്കും. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫൈൻ. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്ററാണ്. പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് CMA ഇൻ്ററിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഇല്ല, CA ഇൻ്ററിലുണ്ട്, CA ഫൈനലുണ്ട്, CMA ഫൈനലുണ്ട്. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ നിങ്ങളുടെ CA ഇൻ്ററിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത സംഭവമാണ് അല്ലേ. പ്ലേസ് സപ്ലൈ നിങ്ങളുടെ ഇൻ്ററിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത സംഭവമാണ്. അപ്പോൾ അതിൽ കുറച്ച് അമെൻമെൻറ്റ്സും ഉണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ. പ്ലേസ് ഓഫ് സപ്ലൈയിൽ ഒരു പുതിയ ക്ലോസ് ഇൻസേർട്ട് ചെയ്ത് വരും. I'll show you that. Place of supply എടുക്കട്ടെ. They have inserted a new clause. Okay, they have inserted a new clause, buddies. Let me take that. എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ? എവിടെയാണ്? ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈൻ്റെ കേസിൽ they have inserted a new clause. എന്താ ന്യൂ ക്ലോസ് എന്ന് വെച്ചാൽ സെക്ഷൻ 10 ഉണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട് അല്ലേ, അതർ ദാൻ ഇമ്പോർട്ട് എക്സ്പോർട്ട്. അതിലെന്താണ് ഒരു പുതിയ ക്ലോസ് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ ഒരു CA എന്നുള്ള സംഭവം ഇൻസേർട്ട് ചെയ്തു. എന്താണ് അതിൽ പറഞ്ഞത് വെച്ചാൽ വേർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഇസ് മെയ്ഡ് ടു എ പേഴ്സൺ അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ, ദ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കോൺട്രറി കണ്ടൻസ് ക്ലോസ് A or B, C of section 10 be the location as per the address of the said person recorded in the invoice issued in respect of the said supply and the location of the supplier where the address of the said person not recorded in the invoice. അതെന്താ സംഭവം വെച്ചാൽ ഇത് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കേസിൽ ഓൾറെഡി ഈ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു മുമ്പ്. അതുകൊണ്ടാണ് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കേസ് ഇവിടെ പറയാത്ത കേട്ടോ. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കേസിൽ ഇത് ബാധകമാണ്. പക്ഷെ അത് മുമ്പ് അങ്ങനത്തെ ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്താ പറയുക അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ കേസ് മാത്രം പറയാൻ കാരണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ, ഇഫ് ദ രജിസ്റ്റേർഡ് ആൻഡ് ഡിക്ലെയർ GST നമ്പർ അറേഞ്ച് ട്രാൻസ്ഫർ IGST വിൽ ബി അപ്ലിക്കബിൾ. അത് നേരത്തെ തന്നെ ഒരു FAQയിൽ അവർ ക്ലിയർ ചെയ്താണ്. അതുകൊണ്ടാണ് അവിടെ എന്താണ് രജിസ്റ്റേർഡ് എന്നുള്ളത് സംഭവം അവിടെ വരാത്തത്. ഇത് നല്ല സൗണ്ട് വരുന്നുണ്ടാവും അല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. നൗ ലിസൺ. അതായത് എന്താണ് ഇതിൽ അമെൻമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ് ഈ അമെൻമെൻറ്റ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവിടെയായിരുന്നു അതായത് ഇതിൻ്റെ അമെൻമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്തിനാണ് ഈ അമെൻമെൻറ്റ് ഞാൻ കാണിച്ചത്. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ചങ്ങായി തമിഴ്നാട് പോയിട്ട് എന്ത് ചെയ്യണം, ഒരു കടയിൽ പോയിട്ട് ഒരു കടയിൽ പോയിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഗുഡ്സ് വാങ്ങണം. ഒരു കടയിൽ പോയിട്ട് പിന്നെ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ഗുഡ്സ് വാങ്ങണം. ഓക്കെ, തമിഴ്നാട്ടിലത്തെ ഒരു കടയിൽ പോയിട്ട് ഗുഡ്സ് വാങ്ങണം. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് എക്സ് ഫാക്ടറി പർച്ചേസ് ആണ്. നമ്മൾ വിളിക്കുക എന്താണ്, എക്സ് ഫാക്ടറി പർച്ചേസ് എന്നാണ്. അപ്പോൾ എക്സ് ഫാക്ടറി പർച്ചേസ് ആവുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ വരികയെന്ന് വെച്ചാൽ തമിഴ്നാടാണ് ശരിക്കും വരിക. നമ്മൾ 10 സബ്സെക്ഷൻ 1 വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ വരിക തമിഴ്നാടാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ തമിഴ്നാടാകുമ്പോൾ നമ്മൾ CGST SGST ആണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഈ ചങ്ങായി അൺരജിസ്റ്റേഡ് ആണ്, അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമില്ല. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ഇയാൾ രജിസ്റ്റേഡ് ആവുകയാണെങ്കിൽ അയാൾക്ക് SGSTൻ്റെ ITs എടുക്കാൻ പറ്റില്ല. SGSTൻ്റെ ITs എടുക്കാൻ പറ്റില്ല, കാരണം തമിഴ്നാട്ടിൽ കൊടുത്ത SGST ആണ്. അപ്പം അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി പറയാണ് ഈ കേരളത്തിലെ ചങ്ങായി അയാളുടെ അഡ്രസ്സ്, അയാൾ അൺരജിസ്റ്റേഡ് ആണെങ്കിൽ കൂടെ അയാളുടെ അഡ്രസ്സ് തമിഴ്നാട് കൊടുത്തിട്ടുണ്ട് വിചാരിക്കാം. അയാളുടെ അഡ്രസ്സ് ഇത് ഞാൻ പറയുന്നത് ഇൻ്റർനും ബാധകം കേട്ടോ. ഓക്കെ, അഡ്രസ്സ് തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ വരിക ഈ അഡ്രസ്സാണ്.
അപ്പോൾ ഇയാൾ കേരളത്തിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി തമിഴ്നാട്. പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി തമിഴ്നാട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ നിങ്ങൾക്ക് എന്താണ് നമ്മൾ എന്താ പറയുക ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് 10 സബ്സെക്ഷൻ 1 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 കോൺട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. FOR കോൺട്രാക്റ്റും എക്സ് ഫാക്ടറി കോൺട്രാക്റ്റിനെ കുറിച്ച് 2 സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അമെൻമെൻറ്റ് മനസ്സിലാവും. FOR കോൺട്രാക്റ്റും എക്സ് ഫാക്ടറി. FOR കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ ഈ സപ്ലയർ ഈ കേരളത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലേസ് ഓഫ് സപ്ലൈ കേരളയാണ്. പക്ഷേ എക്സ് ഫാക്ടറി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തമിഴ്നാട് പോയിട്ട് അവിടുന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ അത് ദർ ഇസ് നോ മൂവ്മെൻറ്റ് ആക്ച്വലി ഫോർ ദ പർപ്പസ് ഓഫ് സപ്ലൈ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ശരിക്കും വരേണ്ടത് തമിഴ്നാടാണ്. പക്ഷേ ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ട് ഭാവിയിൽ വരും ഈ റെസിപ്പിയന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് ഇയാളുടെ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യാന്ന് വെച്ചാൽ GST ചാർജ് ചെയ്യാം. എന്ന് വെച്ചാൽ പ്ലേസ് ഓഫ് സപ്ലൈ ഈ ഇയാളുടെ അഡ്രസ്സ് ആയിരിക്കും എന്ന് വെച്ചാൽ കേരള ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് GST ചാർജ് ചെയ്യാം. അതിൻ്റെ പിന്നെ ITs എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല അല്ലേ. ഇയാൾ അൺരജിസ്റ്റർ ആണ്, പിന്നീട് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ITs എടുക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കേസ് അങ്ങനത്തെ ഒരു ITസിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയ ക്ലോസ് കൊണ്ടുവന്നത്. മാത്രമല്ല അതിൽ വളരെ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ സിംപ്ലി മെൻഷനിങ് ദ സ്റ്റേറ്റ് ഓഫ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഇൻസ്റ്റെഡ് ഓഫ് കംപ്ലീറ്റ് അത് വുഡ് ബി സഫിഷ്യൻ. അത് മതി. അയാളുടെ അഡ്രസ്സിന് എഴുതേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് മാത്രം എഴുതിയാൽ പോലും എന്തായി മാറും, അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആ സ്റ്റേറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ബഡീസ്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ദിസ് ഇസ് എ ന്യൂ അമെൻമെൻറ്റ്. അപ്പോൾ ഇത്രയുള്ള അമെൻമെൻറ്റ് എത്രയേ ഉള്ളൂ. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ മറ്റൊരു സ്റ്റേറ്റിൽ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യുകയാണ്. ഒരു ഓവർ ദി കൗണ്ടർ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സമയത്ത് അയാൾ കൗണ്ടറിൽ അയാളുടെ ഏത് അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഇവിടുത്തെ നമ്മളുടെ ഇയാളുടെ ഇപ്പുറത്തെ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഇൻ്റർ സ്റ്റേറ്റ് സെപ്പറേറ്റ് കണക്കാക്കും. ഇതാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ഒരു അമെൻമെൻറ്റ് ശ്രദ്ധിക്കട്ടോ. ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഇൻ്റർ ആൻഡ് ഫൈനൽ. ഇനി അതിൽ ബാക്കിയുള്ള ഒരു പിന്നെ കാര്യങ്ങളുണ്ട്. ഈ ഒരു ഇത് ഇൻ്ററിനും ഫൈനലിനും ബാധകമാണ്. ബട്ട് ദിസ് വൺ മറ്റു രണ്ടും ഫൈനൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ക്ലാരിഫിക്കേഷൻ വെച്ചാൽ ക്ലാരിഫിക്കേഷൻ ഓൺ അഡ്വർടൈസ്മെൻറ്റ് ഓൺ ഹോർഡിങ്സ് ഓർ ബിൽ ബോർഡ്. ഹോർഡിങ്സ് നിങ്ങൾക്കറിയാം, വലിയ നമ്മളെ ഈ എന്താ പറയുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലോ ഈ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ ഫ്ലെക്സ് പോലെ സാധനം, അതാണ് ഹോർഡിങ്സ് അല്ലേ. ബിൽ ബോർഡ് അതുപോലത്തെ സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഹോർഡിങ്സും ബിൽ ബോർഡിലും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പാർട്ടീസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഇതിലേക്ക് വരും. അഡ്വർടൈസിങ് കമ്പനി ഉണ്ടാവും. are often involved in procuring space on hoardings or billboard erected and mounted from various suppliers for providing services to corporate clients. അപ്പോൾ ഇവിടെ പിന്നെ എന്താ പറയുക ആരൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കേസിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരു ക്ലയൻ്റ് ഉണ്ടാവും, പിന്നെ അഡ്വർടൈസിങ് കമ്പനീസ് ഉണ്ടാവും, പിന്നെ നമ്മുടെ വെൻഡർ ഉണ്ടാവും. വെൻഡർ എന്ന് വെച്ചാൽ ഇയാളുടേതായിരിക്കും ആ ഹോർഡിങ്സിൻ്റെ സ്പേസ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് അഡ്വർടൈസ്മെൻറ്റ് കമ്പനി ആണ് ഇത് എന്ത് ചെയ്യുക, പ്രൊക്യൂർ ചെയ്യുക. എന്നിട്ട് ഇയാൾക്ക് വേണ്ടി ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഇവരാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ട് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെയായാലും സെയിം കോൺസെപ്റ്റാണ്. അപ്പോൾ ഏതായാലും ഇവിടെ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പ്ലേസ് ഓഫ് സപ്ലൈ സെക്ഷൻ 12 എടുക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ സെക്ഷൻ 12 നമുക്ക് എല്ലാവർക്കും അറിയാം ദർ ഈസ് എ ജനറൽ റൂൾ അല്ലേ. ജനറൽ റൂൾ എന്താ പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ള സ്പെസിഫിക് പ്രൊവിഷൻസിലൊന്നും കവേർഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഇങ്ങനെയാണ് തീരുമാനിക്കുക. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ലൊക്കേഷൻ റെസിപ്പിയൻ, ഇനി അതല്ല അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അഡ്രസ്സ്, ഇല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. ഞാൻ പറഞ്ഞത് ടോപ്പിക് വൈസ് ഞാൻ ക്ലാരിഫൈ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ പോകില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഇമ്മോബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിരിക്കും ലൊക്കേഷൻ ഓഫ് സച്ച് ഇമ്മോബിൾ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഞാൻ ഈ ക്ലാരിഫിക്കേഷൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ക്ലാരിഫിക്കേഷൻ വെച്ചാൽ ഈ ഹോർഡിങ്സിൻ്റെ കേസിൽ 2 രീതിയിലാണ് ഹോർഡിങ്സിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുക. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ സപ്ലൈ ഓഫ് സ്പേസ്. ആ വേർഡ് ശ്രദ്ധിക്കണ്ടോ, അത് പഠിക്കണം. സപ്ലൈ ഓഫ് സ്പേസ് ഓർ സപ്ലൈ ഓഫ് റൈറ്റ് ടു യൂസ് ദ സ്പേസ് ഓൺ ഹോർഡിങ്സ്. രണ്ടും ഏകദേശം സെയിം മീനിങ് ആണ്. use the space on the hoardings or structure belong to the vendor എന്ന് വെച്ചാൽ ആ ഹോർഡിങ്സിൻ്റെ ഓണർ, to the client or advertising company for displays of their advertisement on the said hoardings or structure. അപ്പോൾ അടുത്ത വേർഡ് എന്താണ്, സപ്ലൈ ഓഫ് സ്പേസ് ഓർ റൈറ്റ് ടു യൂസ് സ്പേസ്. ആ സ്പേസ് കൊടുക്കുക, ആ കംപ്ലീറ്റ് ആയിട്ട് ആ സ്പേസ് ഇത്ര മാസത്തേക്ക് എന്ത് ചെയ്യുക, ക്ലയൻറ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്വർടൈസിങ് കമ്പനിക്ക് വെൻഡർ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സച്ച് ഹോർഡിങ്സ് ഓർ സ്ട്രക്ചർ ഷാൾ ബി ട്രീറ്റഡ് ആസ് ഇമ്മോബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ആ ഒരു ഹോർഡിങ്സ് ഇമ്മോബിൾ പ്രോപ്പർട്ടിയാണ്.
And place of supply of any service in relation to immobile property including right to use immobile property shall be determined as 12.3. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഇതായിരിക്കും ലൊക്കേഷൻ വെയർ ദ ഹോർഡിംഗ് ഈസ് ലൊക്കേറ്റഡ് ആണോ ഇവിടെ ഇത് ലൊക്കേറ്റഡ് അല്ലേ, ആ ഹോർഡിങ്സ് ലൊക്കേറ്റ് ചെയ്ത് ആ ഹോർഡിങ്സിൻ്റെ പ്ലേസ് തന്നെയാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ വരിക. ഓക്കെ. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ advertising company wants to display on the hoardings at a specific location availing the service of vendor. അവിടെ വേർഡ് ശ്രദ്ധിക്കുക, അവെയിലിംഗ് ദ സർവീസ് ഓഫ് വെണ്ടർ, അവെയിലിംഗ് ദ സർവീസ് ഓഫ് വെണ്ടർ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സപ്ലൈ ഓഫ് സ്പേസ് ആണ്, അല്ലെങ്കിൽ റൈറ്റ് ടു യൂസ് സ്പേസ് ആണ്. അതിൻ്റെ ഡിഫറൻസ് പറയുക, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അറേഞ്ചിങ് ദ ഹോർഡിങ്സ് ഇസ് ലൈസ് വിത്ത് ദ വെണ്ടർ. During the entire time of display of the advertisement, the vendor is in possession of the hoardings or structure. അതൊക്കെ ആ വേർഡ് ശ്രദ്ധിക്കണം. അതായത് ഇപ്പുറത്തെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഈ ഹോർഡിങ്സ് കംപ്ലീറ്റ് വിട്ട് തരണം, കംപ്ലീറ്റ് അതിൻ്റെ ഇത് വിട്ട് തരണം, ഞങ്ങൾ തന്നെ അതിൻ്റെ മേലെ അഡ്വർടൈസ്മെൻറ്റ് കയറ്റിക്കൊണ്ട് ഞങ്ങൾ ആ സമയത്ത് ഒരു മാസത്തിനുള്ളിൽ ചിലപ്പോൾ ഞങ്ങൾ 1, 2, 3 പോസ്റ്റേഴ്സ് കയറ്റും, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇതാണ് ഫസ്റ്റ് കേസ്. അവിടെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തു വെച്ചാൽ ഒരു പ്രോപ്പർട്ടി, ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടി നമ്മുടെ കൈവശം വന്ന പോലെയാണ്. അപ്പോൾ ആ ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സർവീസാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമ്മോബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സർവീസ് ആണെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ ആ പിന്നെ ഹോർഡിങ്സ് നിൽക്കുന്ന സ്ഥലമായിരിക്കും. കാരണം ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സർവീസാണ് നമുക്ക് തരുന്നത് അല്ലേ, കാരണം ആ സ്പേസ് നമുക്ക് ഫുള്ളായിട്ട് തരികയാണ്. ഇവിടെ അങ്ങനെ രണ്ടാമത്തെ കേസ് അങ്ങനെയല്ല. രണ്ടാമത്തെ കേസിൽ പറഞ്ഞു വെച്ചാൽ ആ പ്രോപ്പർട്ടി നമ്മൾ അതിൻ്റെ റൈറ്റ് ഒന്നും എടുക്കുന്നില്ല, നമ്മൾ അവരോട് പറയുകയാണ്, നമ്മൾ ഒരു കണ്ടൻറ്റ് കൊടുക്കുകയാണ്, ഈ കണ്ടൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ദിവസത്തേക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. അത് ഞങ്ങളൊന്നും അറിയില്ല, നിങ്ങൾ തന്നെ അതിൻ്റെ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ അത് ഫ്ലെക്സൊക്കെ അടിച്ചിട്ട് നിങ്ങൾ തന്നെ അതിന്മേൽ കയറ്റണം. ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ കണ്ടൻറ്റ് തരാം, ആ കണ്ടൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേണ്ട പോലെ ചെയ്യാം. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ സംഭവിക്കുന്നത് നമ്മളൊരു സ്പേസ് വാടക എടുക്കുന്ന പോലെയല്ല അവിടെ സംഭവിക്കുന്നത്. നമ്മൾ അയാളെ ഏൽപ്പിക്കുകയാണ്, ഈ വെണ്ടറെ, ആ വെണ്ടർ എന്ന് വെച്ചാൽ ആ ഹോർഡിങ്സിൻ്റെ ഓണറെ നമ്മൾ ഏൽപ്പിക്കുകയാണ്, നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് വേണ്ടി ഏൽപ്പിക്കുന്ന പോലെയാണ്. അപ്പോൾ അയാൾ തന്നെ എന്ത് ചെയ്യും, ഫ്ലെക്സ് പ്രിൻറ്റ് ചെയ്യും, അയാൾ തന്നെ അതിന്മേൽ ഫ്ലെക്സ് കയറ്റും അല്ലേ, അങ്ങനെ ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നത് ആ വെണ്ടറാണ്. അപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് ഇവിടെ ഒരിക്കലും നോ സപ്ലൈ ഓഫ് സ്പേസ് ഓർ റൈറ്റ് യൂസ്, അവിടെ അങ്ങനത്തെ ഒരു റൈറ്റ് ഒന്നും കൊടുക്കുന്നില്ല. പകരം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് എൻ അഡ്വർടൈസിങ് സർവീസ് അല്ലേ. അവിടെ ഒരു പിന്നെന്താ പറയുക, ആ ഹോർഡിങ്സിൻ്റെ ആളുണ്ടല്ലോ, ആ വെണ്ടർ ഉണ്ടല്ലോ, അയാൾ ഈ അഡ്വർടൈസിങ് കമ്പനിക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് സർവീസ് ചെയ്യുന്ന പോലെയാണ്. കാരണം ആളിനെ ഫ്ലെക്സ് പ്രിൻറ്റ് ചെയ്യുന്ന ആളിനെ എല്ലാം ചെയ്യുന്നു, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് സർവീസ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ തീരുമാനിക്കേണ്ടത് പിന്നെ ഇമ്മോബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട രീതിയിലല്ല, ജനറൽ റൂൾ പ്രകാരമാണ്. കാരണം അഡ്വർടൈസ്മെൻറ്റ് വേറെ ഒരു സ്പെസിഫിക് പ്രൊവിഷൻ ഇല്ല, അതുകൊണ്ട് ജനറൽ റൂൾ പ്രകാരമാണ് ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടെത്തേണ്ടത്. സെറ്റല്ലേ? ഓക്കെ, ഫൈൻ. ഇനി ഞാൻ പറയുന്നത് ഫൈനലിന് മാത്രമുള്ള അമെൻമെൻറ്റ്സ് ആണോ. അതായത് പിന്നെ ഒന്നാമത്തെ കേസ് വെച്ചാൽ ഇത് അത്ര സംഭവമായിട്ടുള്ള അമെൻമെൻ്റ് എന്നല്ല, ഒരു ന്യൂ ക്ലോസ് 14A എന്നുള്ളത് അവർ ഇൻസേർട്ട് ചെയ്തു സെക്ഷൻ, അതായത് 13 കേട്ടോ. സെക്ഷൻ 13 നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ടാവും ഫൈനലിൽ. സെക്ഷൻ 13 ഉണ്ട് അല്ലേ, ദർ ഈസ് എ സെക്ഷൻ 13 ബഡീസ്. അപ്പോൾ ഇത് ഫൈനൽ, ഇത് ഇൻ്റർലില്ല, സെക്ഷൻ 13 ഉണ്ട്. അപ്പോൾ സെക്ഷൻ 13 ദേ ഹാവ് ഇൻസേർട്ടഡ് ന്യൂ ക്ലോസ്. ഏതാ ന്യൂ ക്ലോസ് എന്ന് വെച്ചാൽ 14A എന്നുള്ള ന്യൂ ക്ലോസ് ഇൻസേർട്ട് ചെയ്തു. അതായത് ഓൺലൈൻ മണി ഗെയിമിങ്ങിൻ്റെ കേസിൽ where the supplier is outside India. A supplier of online money gaming not located in taxable territory എന്ന് വെച്ചാൽ ഇന്ത്യയിലില്ല, ചങ്ങായില്ല, ഓൺലൈൻ മണി ഗെയിമിങ്ങിൻ്റെ സപ്ലയർ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഷാൾ ഇൻ റെസ്പെക്ട് ഓഫ് ദ സപ്ലൈ ഓഫ് ഓൺലൈൻ ബൈ ഹിം ടു ദ പേഴ്സൺ ഈസ് ടാക്സബിൾ ടെറിട്ടറി ബി ലയബിൾ ടു പേ IGST ഓൺ സച്ച് സപ്ലൈ. അപ്പോൾ അതിൻ്റെ മേലെ GST അടയ്ക്കേണ്ടത് ആരെന്ന് വെച്ചാൽ ആ സപ്ലയർ തന്നെയാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള സപ്ലയർ ആണ്. അപ്പോൾ ഫോർ ദി പർപ്പസ് ഓഫ് കംപ്ലൈ വിത്ത് എബോവ് പ്രൊവിഷൻ ദ സപ്ലയർ ഓഫ് ഓൺലൈൻ മണി ഗെയിമിംഗ് ഷാൾ ഒബ്റ്റെയിൻ എ സിംഗിൾ രജിസ്ട്രേഷൻ അണ്ടർ സിംപ്ലിഫൈഡ് രജിസ്ട്രേഷൻ സ്കീം. സിംപ്ലിഫൈഡ് രജിസ്ട്രേഷൻ സ്കീമിൽ അയാൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ പിന്നെ ഇനി അയാൾ ഒരു ഏജൻറ്റ് ഇന്ത്യയിലുണ്ടെങ്കിൽ ആ ഏജൻറ്റാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അങ്ങനെ സപ്ലയർക്ക് ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല എങ്കിൽ, നോ റെപ്രസെൻറ്റേറ്റീവ് ഇല്ല എങ്കിൽ ആളൊരു എന്ത് ചെയ്യണം, ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യണം അല്ല. അങ്ങനെ ഏജൻ്റ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ GST അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ അത് ഒരു അമെൻമെൻ്റ് ആണ്. പിന്നെയുള്ള അമെൻമെൻ്റ് എന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു എന്താണ് കാര്യങ്ങളൊന്ന് പഠിച്ചാൽ ഇത് മോറോർലെസ് ഏതിൻ്റെ പോലെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതേ പ്രൊവിസോ, നമ്മുടെ 9(5) ECOൻ്റെ കേസിൽ ഇതേപോലത്തെ ഒരു പ്രൊവിസോ ഉണ്ട്. അതായത് ECOക്ക് ഇന്ത്യയിൽ പ്രസൻസ് ഇല്ലെങ്കിൽ ഒരാൾ ഏജൻറ്റ് അയാളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏജൻറ്റ് എന്ത് ചെയ്യണം, GST അടയ്ക്കണം, അതിനുവേണ്ടി അയാൾ രജിസ്ട്രേഷൻ എടുക്കണം. ഇനി അങ്ങനത്തെ ഒരു ഏജൻറ്റ് ഇല്ല എങ്കിൽ ഈ ഷാൾ അപ്പോയിൻറ്റ് ഏജൻറ്റ്. അതേപോലെ തന്നെയാണ് ഈ പ്രൊവിഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അമെൻമെൻ്റ് അല്ല അത്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻ്റ് ആണ് റിമൂവൽ ഓഫ് സെക്ഷൻ 39. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബഡീസ്. അതായത്
നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ സെക്ഷൻ 13 ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ ഡെസ്റ്റിനേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെ, ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു വെച്ചാൽ അത് പുതിയ ഇതിൽ അമെൻമെൻറ്റ് അത് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ 39 എന്നുള്ള സംഭവം ഇപ്പോൾ ഇല്ല. അപ്പോൾ ഹെൻസ് ട്രാൻസ്പോർട്ടേഷൻ വെദർ സപ്ലൈ സിസ്റ്റം ഔട്ട്സൈഡ് ദ നൗ ഷാൽ ബി ഡിറ്റർമിൻഡ് ആസ് പെർ ജനറൽ റൂൾ. അത് റിമൂവ് ചെയ്ത കാരണം അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് 13(2) പ്രകാരം ചെയ്യേണ്ടത്. അപ്പോൾ ദെയർഫോർ നൗ പ്ലേസ് സപ്ലൈ ഇൻക്ലൂഡിംഗ് ദ മെയിൽ ഓർ കൊറിയർ വിൽ ബി ലൊക്കേഷൻ ഓഫ് ദ റെസിപ്പിയൻ. ഇഫ് നോട്ട് അവൈലബിൾ ദെൻ ദ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ. നമ്മൾ ജനറൽ റൂൾ പ്രകാരമാണ് ചെയ്യേണ്ടത്. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്. അവർക്ക് എക്സാമിൽ ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. പിന്നെ അടുത്തത് എക്സാംഷൻ ചാപ്റ്ററിൽ അമെൻമെൻ്റ് ആണ്. എക്സാം ചാപ്റ്ററിൽ അത്രത്തോളം അമെൻമെൻറ്റ് ഇല്ല ഇപ്രാവശ്യം. ഒന്നാമത്തെ അമെൻമെൻറ്റ് സാറ്റലൈറ്റ് ലോഞ്ച് സർവീസ് എക്സംപ്റ്റ് ആണ്. അതിൽ നേരത്തെ സപ്ലൈഡ് ബൈ ISRO, ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, അങ്ങനെയൊക്കെ കുറേ പേരുകളുണ്ടായിരുന്നു. ഇപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ അതൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ സാറ്റലൈറ്റ് ലോഞ്ച് സർവീസ് ആര് ചെയ്താലും ഇപ്പോൾ എക്സംഷൻ കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ വായിക്കേണ്ടത്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ഉണ്ടല്ലോ, സർവീസസ് ബൈ ഗവൺമെൻറ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരുന്നു. എന്താ പറയുക, ഇവിടെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതേ അതിൻ്റെ ഒരു പിന്നെ റിഫ്ലക്ഷൻ എക്സംഷൻ ചാപ്റ്ററിലുണ്ട്. എക്സംഷൻ ചാപ്റ്റർ റിഫ്ലക്ഷൻ ഞാൻ കാണിച്ചിട്ടാണ്. അതായത് നമ്മൾ സർവീസസ് ബൈ ഗവൺമെൻറ് പഠിച്ചു അല്ലേ. ഇപ്പോൾ സർവീസസ് ബൈ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി. അപ്പോൾ അവിടെ പറയുന്നത് എക്സ്ക്ലൂഡിങ് മിനിസ്ട്രി ഓഫ് റെയിൽവേ. അപ്പോൾ സർവീസ് ബൈ ഗവൺമെൻറ് എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ പറയുന്നുണ്ട് എന്താണ് എക്സ്ക്ലൂഡിങ് എക്സ്ക്ലൂഡിങ് മിനിസ്ട്രി ഓഫ് റെയിൽവേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ വന്നൊരു അമെൻമെൻറ്റ്. ഓക്കെ, ഫൈൻ. പിന്നെ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡിങ് മിനിസ്ട്രി ഓഫ് റെയിൽവേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ റെയിൽവേയും കൂടെ എന്താ, അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ പറയുന്ന അമെൻമെൻറ്റുകൾ ആർക്ക് ബാധകമല്ല? റെയിൽവേക്ക് ബാധകമല്ല. അമെൻമെൻറ്റുകൾ റെയിൽവേക്ക് ബാധകമല്ല. അപ്പോൾ റെയിൽവേ ഡെഫിനറ്റ്ലി ടാക്സബിൾ ആണ്. പക്ഷേ അതിൽ ചെറിയ എക്സംഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ കുറച്ച് എക്സംഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്. അല്ലാത്ത പക്ഷം റെയിൽവേൻ്റെ കേസ് ടാക്സബിൾ ആണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൽ കിട്ടുന്ന എക്സംഷൻസ് റെയിൽവേക്ക് കിട്ടൂല. റെയിൽവേൻ്റെ കേസ് ടാക്സബിൾ ആണ്. അത് അത്ര വലിയൊരു അമെൻമെൻ്റ് അല്ല. ഓക്കെ, ഇനി പുതിയൊരു എക്സംഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദേ ഇൻട്രൊഡ്യൂസ് എ ന്യൂ എക്സംഷൻ. ബട്ട് ഈസ് ന്യൂ എക്സംഷൻ ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് എവിടെ എക്സംഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു വെച്ചാൽ നമ്മൾ സർവീസസ് പ്രൊവൈഡ് ടു ഗവൺമെൻറ് ഉണ്ട് അല്ലേ. സർവീസസ് പ്രൊവൈഡഡ് ടു ഗവൺമെൻറ് ഉണ്ട്. അവിടെ ഒരു പുതിയ അമെൻമെൻറ്റ് ഒരു പുതിയ എക്സംഷൻ സെറ്റ് ചെയ്തു. സർവീസസ് പ്രൊവൈഡഡ് ടു ഗവൺമെൻറ് കേസിൽ ദ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ അമെൻമെൻറ്റ്സ്. അതെന്ന് വെച്ചാൽ സർവീസസ് പ്രൊവൈഡ് ടു ഗവൺമെൻറ് അതോറിറ്റി ബൈ വേ ഓഫ് വാട്ടർ സപ്ലൈ, പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ കൺസർവൻസി, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ലം ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് അപ്ഗ്രഡേഷൻ. ഈ കാര്യങ്ങളെല്ലാം എക്സംപ്റ്റ് ആണ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് ഈസി ആയിട്ട് എക്സാമിൽ ചോദിക്കാം. അപ്പോൾ അത് എക്സംപ്റ്റ് ആണ്. ന്യൂ എക്സംഷൻ. കറക്റ്റ്. പിന്നെ ഇതിൽ ഫൈനലിൽ വരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ IGST എക്സംഷൻ റിമൂവ് ചെയ്തു. ഏതാണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മ ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് ബൈ വെസൽ, അത് RCM ഒഴിവാക്കി, എക്സംഷൻ ഒഴിവാക്കി. ഓക്കെ, പിന്നെ എന്താണ് ദ സർവീസ് ബൈ ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് ബൈ വെസൽ ഫ്രം പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ അപ് ടു ദ കസ്റ്റം സ്റ്റേഷൻ ഓഫ് ക്ലിയറൻസ് ഇൻ ഇന്ത്യ റിസീവ്ഡ് ബൈ എ പേഴ്സൺ സ്പെസിഫൈഡ് ഇൻ ദ എൻട്രി അല്ലേ. അപ്പോൾ അതിൽ പിന്നെന്താണ് ബേസിക്കലി അതിൻ്റെ എക്സംഷൻ ഇപ്പോൾ ഗവൺമെൻറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. പിന്നെ ഇതും ഒഴിവാക്കി. സർവീസസ് റിസീവ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ റിലേഷൻ ടു മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അപ്പോൾ ഇതും ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ റിമൂവ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ റിമൂവ് ചെയ്തെന്നുള്ള ഒരു ഐഡിയ വേണം. അപ്പോൾ റിമൂവ് ചെയ്ത ഐറ്റംസ് ഒന്ന് ഓർത്തിരിക്കുക. ഈ സാധനം റിമൂവ് ചെയ്തു. ഓക്കെ, ഫൈൻ. ഇനി ടൈം ഓഫ് സപ്ലൈയിൽ ചെറിയൊരു അമെൻമെൻ്റ് ഉള്ളൂ. ചെറിയൊരു അമെൻമെൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഗുഡ്സിൻ്റെ കേസിൽ നമ്മൾ റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഡേറ്റ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഗുഡ്സിൻ്റെ കേസിൽ നമ്മൾ ആകെ നോക്കേണ്ടത് ഡേറ്റ് ഓഫ് ഇൻവോയ്സും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് ഒരു ഏർലിയർ അല്ലേ നോക്കേണ്ടത് അല്ലേ. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് ഒരു ഏർലിയർ, ഇത് മാത്രമാണ് നോക്കേണ്ടത്. കറക്റ്റ്. പക്ഷേ നമ്മളുടെ എന്താ പറയുക, ഇവിടെ പറയുകയാണ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് ടു കൺസിഡർ നൗ. അവിടെ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് ടു കൺസിഡർ നൗ. ഗുഡ്സിൻ്റെ കേസിൽ പേയ്മെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എക്സ്ക്ലൂഡിങ് രജിസ്റ്റേർഡ് പേഴ്സൺ മേക്കിംഗ് സപ്ലൈ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ്. ഇത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ് ഓർമ്മ ഉണ്ടോ?
ലോട്ടറി, ബെറ്റിംഗ്, ഗ്യാംബ്ലിംഗ്, കസിനോസ് അല്ലേ, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളിലെ ഓൺലൈൻ മണി ഗെയിമിംഗ് അല്ലേ. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് നോക്കണം. സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിംസിൻ്റെ കേസിൽ റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് നോക്കണം. അപ്പോൾ അഡ്വാൻസിൻ്റെ കേസിൽ GST അടയ്ക്കേണ്ടി വരും. അഡ്വാൻസിൻ്റെ കേസിൽ GST അടയ്ക്കേണ്ടി വരും. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. വട്ട് ഈസ് സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിംസിൻ്റെ കേസിൽ എന്ത് നോക്കണം? നമ്മൾ റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് നോക്കണം. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ എന്ത് നോക്കണ്ട? റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് നോക്കണ്ട. പക്ഷേ സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിംസിൻ്റെ കേസിൽ റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് നോക്കണം. സോ ദാറ്റ് ഈസ് എൻ അമെൻമെൻറ്റ് ഇൻ ടൈം ഓഫ് സപ്ലൈ. പിന്നെ വാല്യൂ ഓഫ് സപ്ലൈൻ്റെ കേസ് ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. കാരണം അത് ഫൈനലിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. വാല്യൂ ഓഫ് സപ്ലൈ ഐ വിൽ ബി ഡിസ്കസിങ് ലാസ്റ്റ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇൻ്ററിൻ്റെ കൂടെ ബാധകമായുള്ളത് ITCയിൽ ഒരു അമെൻമെൻറ്റ് ഉണ്ട്. ദർ ഇസ് അമെൻമെൻറ്റ് ഇൻ ITC. അപ്പോൾ ITCയിൽ ഇൻ്ററിന് അമെൻമെൻറ്റ് ഉണ്ട്, ഫൈനൽ അമെൻമെൻറ്റ് ഉണ്ട്. അപ്പോൾ ITCയിലെ ഇൻ്ററിൻ അമെൻമെൻറ്റ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ദാറ്റ് വിൽ ബി അപ്ലിക്കബിൾ ഫോർ ഫൈനൽ ആൾസോ. എന്താണ് അമെൻമെൻറ്റ് നോക്കാം. അതായത് ലെറ്റ്സ് സീ വാട്ട് ഈസ് അമെൻമെൻറ്റ്. ബട്ട് ഈസ് ഓക്കെ. ITCയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം there is a ITCയിലല്ല, 1 സെക്കൻഡ്, ഒരു അമെൻമെൻറ്റ്. ഓക്കെ ഫൈൻ. 1 സെക്കൻഡ്. ITCയിലെ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു പുതിയൊരു റൂൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അവർ. ന്യൂ റൂൾ. ഓക്കെ, ദേ ഹാവ് ഇൻസേർട്ടഡ് ന്യൂ റൂൾ. ദാറ്റ് ഈസ് അമെൻമെൻറ്റ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദറ്റ് ന്യൂ റൂൾ സേസ്. ഇതാണ് ന്യൂ റൂൾ. നമുക്കെല്ലാവർക്കും അറിയാം ന്യൂ റൂൾ എവിടെയെന്ന് വെച്ചാൽ നമ്മളുടെ GSTR 2Bയിൽ വന്നത് മാത്രം നമുക്ക് ITC എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം GSTR 2Bയിൽ വന്നത് മാത്രമേ ITC എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് പുതിയ റൂൾ 80D പറയുന്നത് വെച്ചാൽ, ഒരാൾ എന്ത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അയാൾ GSTR 2Bയിൽ വന്ന എമൗണ്ടിലാറെ ITC 3Bയിൽ എടുത്തു. GSTR 2Bയിൽ വന്നതിലാറെ ITC 3Bയിൽ എടുത്തു. അപ്പോഴാണ് പ്രശ്നം. 2Bയിൽ വരുന്നതിലാറെ ITC 3Bയിൽ എടുക്കാം. അതിന് പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു നോട്ടീസ് വരും, ഒരു മെയിലും ഇതൊക്കെ നോട്ടീസ് വരും. ഒന്നുകിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് തെറ്റാണെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക വിത്തിൻ 7 days. ഇത് രണ്ടും ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിച്ചാൽ ദാറ്റ് വിൽ ബി ഡിമാൻഡ് ഉണ്ട് 73-74 ഫൈനൽ പഠിക്കാനുണ്ട്. പിന്നെ മാത്രമല്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, GSTR 1 IFF സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് വിൽ ബി ബ്ലോക്ക്ഡ്. അപ്പോൾ സംഭവത്തിലേ ഉള്ളൂ, റൂൾ 88D പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ 3Bയിൽ നമ്മൾ എന്ത് ചെയ്തു, 2Bയിൽ വന്നതിലാറെ കൂടുതൽ ITC ക്ലെയിം ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന് ചിലപ്പോൾ കാരണം ഉണ്ടാവും. കാരണം പറഞ്ഞു കൊടുക്കുക. കാരണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഡിഫറൻഷ്യൽ എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക, വിത്ത് ഇൻട്രസ്റ്റ് അടയ്ക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഡിമാൻഡ് നോട്ടീസ് വരും. മാത്രമല്ല നമ്മുടെ ബ്ലോക്ക് ആവും, നമ്മുടെ GSTR 1 ബ്ലോക്ക് ആവും. ദിസ് ഈസ് എ ന്യൂ അമെൻമെൻറ്റ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ഫൈനലിൽ വന്ന അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ വന്ന അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ റൂൾ 43 ചെറിയൊരു അമെൻമെൻറ്റ്. റൂൾ 43 എന്താ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ലെറ്റ്സ് സീ. റൂൾ 43 എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. റൂൾ 42, 43 ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ റൂൾ 43 എന്താണെന്ന് വെച്ചാൽ ഇത് CMA ഇൻ്ററിന് ഉണ്ട് ആക്ച്വലി, പക്ഷേ അതൊന്നും അത്രത്തോളം ഇതിൽ ചോദിക്കാറില്ല ഇൻ്റർ ലെവലിൽ. ഇപ്പോൾ റൂൾ 40 to 43ക്ക് ഒരു എന്താണ് ഒരു എക്സംപ്റ്റഡ് സപ്ലൈ ഡെഫിനിഷൻ ഉണ്ട്. See, there is a normal definition of exempted supply is 2 clause 47 ആണ്. അത് ജനറൽ ഡെഫിനേഷനാണ്. പക്ഷേ 40 to 43ക്ക് വേണ്ടി മാത്രം ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡെഫിനേഷനിൽ പിന്നെ കുറേ കാര്യങ്ങൾ, അതായത് RCM സപ്ലൈക്ക് എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ശരിക്കും എക്സംപ്റ്റഡ് സപ്ലൈ അല്ല, പക്ഷേ ഫോർ ദ പർപ്പസ് ഓഫ് റൂൾ 40 to 43 അതിന് എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. എന്താ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ അവർ പറയാണ്, നമുക്കറിയാം എക്സംപ്റ്റഡ് സപ്ലൈ ഫോർ ദിസ് പർപ്പസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ട്രാൻസാക്ഷൻ ഇൻ ഷെഡ്യൂൾ 3 പറഞ്ഞ കാര്യങ്ങൾ എന്തല്ല, എക്സംപ്റ്റഡ് സപ്ലൈ അല്ല. അപ്പോൾ പിന്നെ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല.
എക്സെപ്റ്റ് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, സപ്ലൈ വെയർ ഹൗസ്ഡ് ഗുഡ്സ് അത് പുതിയതായിട്ട് വന്നതാണ്. സപ്ലൈ വെയർ ഹൗസ്ഡ് ഗുഡ്സും അപ്പോൾ എന്താണ് ബേസിക്കലി എക്സംപ്റ്റഡ് സപ്ലൈ. ഇത് എന്താ പറയുക, ഇത് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. സപ്ലൈ വെയർ ഹൗസ്ഡ് ഗുഡ്സിന് എന്തായിട്ട് കണക്കാക്കും? എക്സംപ്റ്റ്. ഇത് ഷെഡ്യൂൾ 3 പറയുന്നുണ്ട് അത് സപ്ലൈ അല്ല, പക്ഷേ ഫോർ ദിസ് പേർപ്പസ് അതിന് എന്തായിട്ട് കണക്കാക്കും? എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഇനി അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വാല്യൂ ഏതാ എടുക്കുക? വാല്യൂ ഓഫ് സപ്ലൈ ഗുഡ്സ് ഫ്രം ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അറ്റ് അറൈവൽ ടെർമിനൽ ഇൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടു ദ ഇൻകമിങ് പാസഞ്ചേഴ്സ്. ഈ എമൗണ്ട് എത്രയാണോ അത് ക്വസ്റ്റ്യൻ തരും. അതാണ് വെയർ ഹൗസ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുക. അപ്പോൾ വെയർ ഹൗസ്ഡ് ഗുഡ്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് സപ്ലൈ അല്ല, നമുക്ക് എല്ലാവരും പറയും സപ്ലൈ അല്ല. പക്ഷേ ഫോർ ദ പർപ്പസ് ഓഫ് റൂൾ 40 to 43 അതിനെ എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. എന്നിട്ട് ആ എക്സംപ്റ്റഡ് സപ്ലൈൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എന്താ എടുക്കുക എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ അല്ല, വാല്യൂ എടുക്കുക വാല്യൂ ഓഫ് സപ്ലൈ ഗുഡ്സ് ഫ്രം ദ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് അതായത് അറൈവൽ ടെർമിനൽ ഇൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കാരണം അവിടെ ഒരു പ്രൈസ് ഉണ്ടാവും, ഈ ഗുഡ്സുകൾക്ക് അവിടെ ഒരു പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് എത്രയാണെന്ന് നോക്കിയിട്ട് അതാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കേണ്ടത്. പിന്നെ മാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് ബൈ വെസൽ ഫ്രം കസ്റ്റം സ്റ്റേഷൻ ക്ലിയറൻസ് ഇൻ ഇന്ത്യ ടു പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്തു? എക്സംഷന് ഇതിൻ്റെ എക്സംഷൻ ഇപ്പോൾ ഇല്ല ശരി കേട്ടോ. ഈ എക്സംഷൻ ആക്ച്വലി ഇപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ഇതിന് എക്സംഷൻ ഉണ്ടായിരുന്നു. നേരത്തെ ഇതിന് GST പ്രകാരം എക്സംഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എക്സംപ്റ്റഡ് സപ്ലൈ ആയിരുന്നു. അപ്പോൾ അവർ സ്പെസിഫിക്കലി പറയണത് എക്സംപ്റ്റഡ് സപ്ലൈ അല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിന് ഓൾറെഡി എക്സംഷൻ ഇല്ല. ഈ പോയിന്റിന് ഓൾറെഡി ഇപ്പോൾ എക്സംഷൻ ഇല്ല. പിന്നെ വീണ്ടും ഡെസിൻ്റെ ഇൻക്ലൂഡ് പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി എക്സംഷൻ ഇല്ലല്ലോ. പിന്നെ അതിന് എക്സംപ്റ്റഡ് സപ്ലൈ അല്ല എന്ന് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതിന് വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല. ഈ ഒരു പോയിന്റിന് വലിയ ഇമ്പാക്റ്റ് ഇല്ല, നമ്മൾ അമെൻമെൻറ്റായിട്ടൊരു ഇമ്പാക്റ്റ് ഇല്ല. അപ്പോൾ ഇത് ഒന്ന് ഓർത്തിരിക്കുക. സപ്ലൈ വെയർ ഹൗസ്ഡ് ഗുഡ്സും കൂടെ റൂൾ 40 to 43 എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ ഓക്കെ അത് രണ്ടുമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഉള്ളത് ക്ലാരിഫിക്കേഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ITC ഓൺ കോമൺ ഇൻപുട്ട് സർവീസ് ബൈ ഹെഡ് ഓഫീസ് ടു ദി ബ്രാഞ്ച്. അപ്പോൾ ഈ ഹെഡ് ഓഫീസിന് ഒരുപാട് ITC ഉണ്ടാവും. അപ്പോൾ അത് ബ്രാഞ്ചുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നുകിൽ നമ്മൾ സെക്ഷൻ 20 പഠിച്ച പോലെ ISD ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ആ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുക? ISD ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇനി അത് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സാധാ പോലെ ഇൻവോയ്സ് അടയ്ക്കാം. ഒരു സാധാ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. ബ്രാഞ്ചുകൾക്ക് അത്രയും വാല്യൂൻ്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് ബ്രാഞ്ചിൻ്റെ കയ്യിൽ നിന്ന് GST വാങ്ങുക, എന്നിട്ട് ITC അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ചെയ്യാം. പക്ഷേ അവരുടെ ഔട്ട്ഫ്ലോ വരും, ക്യാഷ് ഔട്ട്ഫ്ലോ വരും. ഇപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ വരണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ISD ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. പക്ഷേ ക്യാഷ് ഔട്ട്ഫ്ലോ വന്നാൽ കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യുക? ഇൻവോയ്സ് അടിച്ചിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ഹെഡ് ഓഫീസിന് ITC ഇഫക്റ്റീവ്ലി ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ബ്രാഞ്ചുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബ്രാഞ്ചുകൾക്ക് അപ്പോൾ ITC എക്സസ് ITC അതായത് ഇൻപുട്ട് സർവീസിൻ്റെ ITC ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഹെഡ് ഓഫീസിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ദേ ക്യാൻ രജിസ്റ്റർ ആസ് ISD ഓർ ദേ ക്യാൻ സിംപ്ലി ഇഷ്യൂ ഇൻവോയ്സ് ആൻഡ് ട്രാൻസ്ഫർ. സിമ്പിൾ. ഓക്കെ, ഫൈൻ. പിന്നെ ഉള്ളത് രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ അമെൻമെൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് വിൽ ഷോ യു വാട്ട് ആർ ദി അമെൻമെൻറ്റ്സ് ഇൻ രജിസ്ട്രേഷൻ ചാപ്റ്റർ. ഇപ്പോൾ എൻ്റെ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ ചാപ്റ്റർ കുറച്ച് ഫസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും ആദ്യം ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ചാപ്റ്റർ നമ്പർ 4 ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും രജിസ്ട്രേഷൻ ചാപ്റ്റർ. അപ്പോൾ അതിൽ വന്ന അമെൻമെൻറ്റ് ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ അമെൻമെൻറ്റ് ഇത് നമ്മളുടെ ഇൻ്ററിൻ്റെ ബാധകമല്ല. ഫൈനലി എവറി പേഴ്സൺ സപ്ലൈ ഓൺലൈൻ മണി ഗെയിമിംഗ് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ പേഴ്സൺ ഇന്ത്യ ആർ റിക്വയർഡ് ടു കമ്പൽസറി രജിസ്റ്റർ. സെക്ഷൻ 24 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, കമ്പൽസറി രജിസ്ട്രേഷൻ പഠിച്ചിട്ടില്ലേ? അതിൽ പറഞ്ഞത് ഓൺലൈൻ മണി ഗെയിമിംഗ് ചെയ്യുന്ന ആളുകൾ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ടു പേഴ്സൺ ഇന്ത്യ കമ്പൽസറി ആയിട്ട് എന്ത് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ അമെൻമെൻറ്റിൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ. അമെൻമെൻറ്റിൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഫിസിക്കൽ വെരിഫിക്കേഷനിൽ എന്താ പറഞ്ഞു വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്തില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ അല്ലേ? ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ അതിൽ അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ അമെൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓക്കെ ഐ ഷോ യു ഫിസിക്കൽ വെരിഫിക്കേഷൻ അമെൻമെൻറ്റ്. ഓക്കെ, ഒന്നാമത്തെ അമെൻമെൻറ്റ് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന അമെൻമെൻറ്റ് ആണ്. ഫിസിക്കൽ വെരിഫിക്കേഷൻ ബൈ പ്രോപ്പർ ഓഫീസർ ക്യാൻ ബി ഡൺ ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ അപ്ലിക്കൻറ്റ്. അപ്പോൾ അപ്ലിക്കൻറ്റിൻ്റെ ആബ്സെൻസിൽ അയാൾ പ്രസൻ്റ് ആണെന്ന് നിർബന്ധമില്ല, എന്നാലും ഫിസിക്കലി വെരിഫിക്കേഷൻ ചെയ്യാം. ഇതാണ് ഒരു അമെൻമെൻറ്റ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പുതിയതായിട്ട് ആഡ് ചെയ്താണ്. ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്തിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. പ്രോപ്പർ ഓഫീസ് എന്താണെന്ന് വെച്ചാൽ ഷാൽ ഗെറ്റ് സച്ച് വെരിഫിക്കേഷൻ ഡൺ ആൻഡ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് along with the other documents including the photo shall upload in the common portal at least 5 days working days prior to the time allowed for physical verification. Physical verification 30 ദിവസമാണ് സമയം.
കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ 25ാമത്തെ ദിവസം, അതായത് 5 days പ്രയർ എന്ന് വെച്ചാൽ 25 ദിവസത്തിന് മുമ്പെങ്കിലും, അതായത് 25ാം ദിവസമെങ്കിലും മാക്സിമം എന്ത് ചെയ്യണം, ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ആര്? പ്രോപ്പർ ഓഫീസർ സൈറ്റിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ മാത്രമല്ല ഇൻ കേസ് ഓഫ് അപ്പോൾ ഇത് നോർമൽ കേസ്. ഇനി എക്സിസ്റ്റിംഗ് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കേസ് ആണെങ്കിലോ, എക്സിസ്റ്റിംഗ് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കേസിനും ഫിസിക്കൽ വെരിഫിക്കേഷൻ വേണം. മാത്രമല്ല ആധാർ ഒതൻറ്റിക്കേഷൻ ഇല്ലെങ്കിൽ കേട്ടോ, ആധാർ ഒതൻറ്റിക്കേഷൻ്റെ കേസിൽ എക്സിസ്റ്റിംഗ് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കേസിലും ആധാർ ഒതൻറ്റിക്കേഷൻ വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെയാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം? വിത്തിൻ 15 വർക്കിംഗ് ഡേയ്സ്. ആ വെരിഫിക്കേഷൻ്റെ 15 വർക്ക്. അപ്പോൾ രണ്ട് മാറിപ്പോരുത്. ഇവിടെ 5 days പ്രയർ ടു ദ 30 days ആണ്. ഇവിടെ എന്താണ് 15 വർക്കിംഗ് ഡേയ്സ്. 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ. അപ്പോൾ ഇത് ആർക്കുള്ള ടൈം ലിമിറ്റാണ്? ഈ രണ്ടും ആർക്കുള്ള ടൈം ലിമിറ്റാണ്? പ്രോപ്പർ ഓഫീസർക്ക് അയാളുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ലിമിറ്റാണ്. അത് പുതിയ അമെൻമെൻറ്റാണ്. ദേ ക്യാൻ ഈസിലി ആസ്ക് ഇൻ ദ എക്സാംസ്. ഓക്കെ, ഫൈൻ. പിന്നെയുള്ള അമെൻമെൻറ്റ്, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്, റൂൾ 10A അമെൻഡഡ്. അതായത് റൂൾ 10A എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പ്രൊസീജിയേഴ്സിലൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. നേരത്തെ നമുക്ക് 45 ദിവസം സമയം ഉണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇത് 30 ദിവസമായിട്ട് കുറച്ചു. അതൊരു അമെൻമെൻറ്റ്. മറ്റൊരു അമെൻമെൻറ്റ്, നേരത്തെ ഡ്യൂ ഡേറ്റ് ഓഫ് GSTR 3B ആയിരുന്നു. ഇവിടെ ഫയലിംഗ് ദ റിട്ടേൺ അണ്ടർ GSTR 1 ഓർ IFF വിച്ച് ഒരു ഏർലിയർ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് മാറ്റമാണ്. ഒന്ന് 30 ദിവസമായിട്ട് മാറ്റി, മറ്റൊന്ന് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഏത് റിട്ടേൺ? GSTR 1 റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് ആണ് ഇപ്പോൾ നോക്കേണ്ടത്. 3Bൻ്റെ ഡ്യൂ ഡേറ്റ് അല്ല. ഇപ്പോൾ GSTR 1 ഫയൽ ചെയ്യണമെന്ന ഡ്യൂ ഡേറ്റ് ആണ് ഡ്യൂ ഡേറ്റ് അല്ല, ഡേറ്റ് ആണ് നോക്കേണ്ടത്. അതും ഒരു അമെൻമെൻ്റ് ആണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്. ദേ കെൻ ഈസിലി ടെസ്റ്റ് ഇൻ ദ എക്സാംസ്. ഓക്കെ, ഫൈൻ. പിന്നെയുള്ള അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, പീരീഡ് ഓഫ് അപ്ലിക്കേഷൻ ഫോർ റിവോക്കേഷൻ എക്സ്റ്റെൻഡഡ്. അതായത് പിന്നെ എന്താണ് അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പർ ഓഫീസർ നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് വിചാരിക്കാം. പ്രോപ്പർ ഓഫീസർ നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? വി ക്യാൻ റിവോക്ക് ഇറ്റ്. ആ റിവോക്ക് ചെയ്യാൻ നേരത്തെ സമയം എത്രയായിരുന്നു? 30 days ആയിരുന്നു. 30 days ആയിരുന്നു റിവോക്കേഷൻ്റെ സമയം. ആ 30 days കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിവോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ സമ്മതം വേണം, കമ്മീഷണറുടെ സമ്മതം വേണമായിരുന്നു. ഇപ്പോൾ 90 days വരെ നമുക്ക് റിവോക്ക് ചെയ്യാം. ആരുടെ സമ്മതം കൂടാതെ 90 days വരെ റിവോക്ക് ചെയ്യാം. ഇനി അതിനും ശേഷമാണെങ്കിൽ സഫീഷ്യൻറ്റ് കോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് വേണമെങ്കിൽ കമ്മീഷണർ അല്ലെങ്കിൽ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ കമ്മീഷണർ വേണമെങ്കിൽ അടുത്തൊരു 180 days കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പോൾ അത്രയും റിവോക്കേഷൻ സമയമുണ്ട്. അപ്പോൾ ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്. ഓക്കെ, ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ, സപ്ലൈ ഓഫ് അൺരജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് ഗുഡ്സ് ത്രൂ ECO. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ് ബഡീസ്. അത് പിന്നെ ഇൻ്റർനും എല്ലാവർക്കും ബാധകമാണ്. അതായത് നമ്മൾ സെക്ഷൻ 24 പഠിച്ചിട്ടില്ലേ? കമ്പൽസറി രജിസ്ട്രേഷൻ പഠിച്ചിട്ടില്ലേ അല്ലേ? കമ്പൽസറി രജിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ? ഈ കമ്പൽസറി രജിസ്ട്രേഷനിൽ നേരത്തെ പറഞ്ഞിരുന്നു, പിന്നെ പേഴ്സൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ത്രൂ ECO വഴി ഗുഡ്സോ സർവീസോ ചെയ്യുന്ന ആളുകൾ കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. അതിൽ സർവീസ് ചെയ്യുന്ന ആളുകൾ കമ്പൽസറി രജിസ്ട്രേഷൻ വേണ്ടെന്ന് പിന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഗുഡ്സ് ചെയ്യുന്ന ആളുകൾ, അതായത് ECO വഴി ഗുഡ്സ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ഗുഡ്സ് ആമസോൺ വഴി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കണം എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അവരെന്ത് ചെയ്തു? ഒരു ചെറിയ കാര്യം കൊണ്ടുവന്നു. ഇപ്പോൾ സപ്ലയർ ഓഫ് ഗുഡ്സ് സപ്ലൈയിങ് ഗുഡ്സ് ടു ECO ഹൂസ് അഗ്രഗേറ്റ് ടേൺ ഓവർ. ശ്രദ്ധിക്കണം. അപ്പോൾ ഗുഡ്സ് നേരത്തെ പറഞ്ഞത് ECO വഴി ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ വേണം. പക്ഷേ ഇപ്പോൾ പറയാണ് ഒരു ECO വഴി ഒരു സപ്ലയർ ഓഫ് ഗുഡ്സ് സപ്ലൈ ചെയ്യാണ്. പക്ഷേ അയാളുടെ അഗ്രഗേറ്റ് ചെയ്യണം അവർ പ്രിസീഡിങ് ഇയറിലും കറണ്ട് ഇയറിലും രണ്ട് നോക്കണം. രണ്ടിലും ത്രെഷോൾഡ് ലിമിറ്റ് താഴെയാണ്. 20 lakh അല്ലെങ്കിൽ 40 lakh അല്ലെങ്കിൽ 10 lakh താഴെയാണ്. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യേണ്ട? കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ECO വഴി സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ ബാധകമില്ല. അതെന്തിനാണ് വിശേഷം? ഇപ്പോൾ പിന്നെ എല്ലാവരും ECO വഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഏത് ചെറിയ കടക്കാരനും ECO വഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് രജിസ്ട്രേഷൻ. അപ്പോൾ പിന്നെ ECOനെ ബാധിക്കും. ആരും ECO വഴി സപ്ലൈ ചെയ്യാതിരിക്കും അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഷാൾ നോട്ട് മേക്ക് ഇനി ഇൻഡസ്ട്രിയൽ സപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ ഷാൾ നോട്ട് മേക്ക് ഇനി സപ്ലൈ ഗുഡ്സ് സീരീസ് ഇൻ മോർ ദാൻ 1 state. അതുപോലെ പാൻ വേണം. പിന്നെ വേറെ കാര്യം, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ബിഫോർ സപ്ലൈങ് ദ ഗുഡ്സ് ത്രൂ ECO സച്ച് പേഴ്സൺ ഷാൽ ഡിക്ലെയർ ദ കോമൺ പോർട്ടലിൽ പാനും എല്ലാം കാണിക്കണം. ആൻഡ് ആൾക്കൊരു എൻറോൾമെൻറ്റ് നമ്പർ കിട്ടണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പുതിയൊരു കാര്യമാണ്. ഒരു എൻറോൾമെൻറ്റ് നമ്പർ കിട്ടണം. അപ്പോൾ മോർ ദാൻ 1 സ്റ്റേറ്റിൽ എൻറോൾമെൻറ്റ് നമ്പർ കിട്ടാൻ പാടില്ല.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ അയാൾ പിന്നീട് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഈ എൻറോൾ നമ്പർ ഓട്ടോമാറ്റിക് ലാപ്സ് ആവും. ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ഇ സി ഒ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ഇ സി എന്തൊക്കെ ഒബ്സർവ് ചെയ്യണം? ഇ സി ഒ ഷാൾ മേക്ക് ഷുവർ നോ ഇൻട്രസ്റ്റ് സപ്ലൈ മെയ്ഡ്, നോട്ട് അലോ ദ സെഡ് പേഴ്സൺ ടു സപ്ലൈ വിത്തൗട്ട് എൻറോൾമെൻറ്റ് നമ്പർ ഇല്ലാതെ സപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ ആളുടെ റിട്ടേണിൽ GST 8 എന്ത് ചെയ്യണം, ഇതും കൂടെ കാണിക്കണം, ഈ അൺരജിസ്റ്റേർഡ് ചെങ്ങായിൻ്റെ ഗുഡ്സ് സപ്ലൈ ചെയ്തും കൂടെ കാണിക്കണം. പിന്നെ ഇ സി ഒ ഇയാളുടെ കയ്യിൽ നിന്ന് TCS വാങ്ങാൻ പാടില്ല. TCS നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇൻ്റർനും കൂടെ പുതിയ ടോപ്പിക് ഉണ്ട് TCS, അത് വാങ്ങാൻ പാടില്ല. ഈ അൺരജിസ്റ്റേർഡ് സപ്ലൈയുടെ കയ്യിൽ നിന്ന് TCS വാങ്ങാൻ പാടില്ല. അതിൻ്റെ ലോജിക്ക് എന്താ? അൺരജിസ്റ്റേർഡ് സപ്ലൈയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ക്യാഷ് ലെഡ്ജറിലേക്കല്ലേ ഈ TCS പോവുക, പക്ഷേ അവിടെ ക്യാഷ് ലെഡ്ജർ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വാങ്ങണ്ട. ഇതാണ് മറ്റൊരു അമെൻമെൻറ്റ്. റെഡി. ഇനി അടുത്തതെന്ന് വെച്ചാൽ നെക്സ്റ്റ് വൺ ഈസ് ഇത് നമ്മുടെ കോമ്പോസിഷൻ ഡീലറുടെ കേസിൽ വന്ന ചെറിയൊരു അമെൻമെൻ്റ് ആണ്. ലെറ്റ്സ് സീ കോമ്പോസിഷൻ ഡീലറുടെ കേസിൽ എന്താണ് അമെൻമെൻറ്റ് നോക്കാം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോമ്പോസിഷൻ ഡീലറിൻ്റെ കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കോമ്പോസിഷൻ ഡീലറുടെ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 സെക്കൻഡ്. ഓക്കെ, കോമ്പോസിഷൻ ഡീലറുടെ കണ്ടീഷൻസ് 10 സബ്സെഷൻ 2 പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പഠിച്ചു വെച്ചാൽ ഈസ് നോട്ട് എൻഗേജ്ഡ് ഇൻ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അതായത് കോമ്പോസിഷൻ ഡീലർ എന്ത് ചെയ്യാൻ പാടില്ല, ഗുഡ്സ് സർവീസ് ത്രൂ ഇ സി ഒ വഴി ഗുഡ്സോ സർവീസോ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ എന്ത് ചോദിച്ചാൽ അത് പിന്നെ സർവീസിന് മാത്രമാക്കിയ റെസ്ട്രിക്ഷൻ, ഗുഡ്സിന് കുഴപ്പമില്ല, ഗുഡ്സ് നിങ്ങൾ ഇ സി ഒ വഴി സപ്ലൈ ചെയ്തോ കുഴപ്പമില്ല. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് കോമ്പോസിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. സർവീസ് പ്രൊവൈഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇ സി ഒ വഴി സപ്ലൈ ചെയ്യാൻ പാടില്ല. പക്ഷേ ഗുഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഇ സി ഒ വഴി സപ്ലൈ ചെയ്യാം. സ്റ്റിൽ ദേ ക്യാൻ ഓപ്റ്റ് ഫോർ ദ കോമ്പോസ് സ്കീം. പക്ഷേ അവരെന്ത് ചെയ്തു വെച്ചാൽ ചെറിയൊരു കാര്യം കൂടെ കൊണ്ടുവന്നു. എന്താ അമെൻമെൻറ്റ് വെച്ചാൽ സ്പെഷ്യൽ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ബൈ ഇ സി ഒ വെൻ ദ കോമ്പോസിഷൻ ഡീലർ സപ്ലൈ ഗുഡ്സ് ത്രൂ ഇ സി ഒ. അപ്പോൾ ഇ സി ഒ വഴി ഞാൻ പറഞ്ഞു ഗുഡ്സ് സപ്ലൈ ചെയ്യാം, എന്നാലും അവർക്ക് എന്താ കോമ്പോസ് സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പം എന്താണെന്ന് വെച്ചാൽ earlier compost dealer were not allowed to supply goods through ECO. Now that restriction withdrawn, so compost dealer can supply goods through ECO and ECO shall observe the following. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇൻ്റർസെറ്റ് സപ്ലൈ ചെയ്യുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം, അതായത് എൻറോൾമെൻറ്റ് നമ്പർ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ GST റേറ്റിൽ കാണിക്കണം. ECO ഷാൾ കളക്ട് TCS. ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ECO എന്ത് ചെയ്യണം, TCS കളക്ട് ചെയ്യണം. അവിടെ കളക്ട് ചെയ്യേണ്ട, കാരണം അൺരജിസ്റ്റേഡ് ആണ്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് വൺ ഈസ് അടുത്ത അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇനി ടാക്സ് ഇൻവോയ്സിലെ അമെൻമെൻറ്റ് ഒന്ന്, ഇത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഇൻവോയ്സിൻ്റെ ലിമിറ്റ് 5 കോടിയാക്കി മാറ്റി. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊരു അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, അപ്പോൾ ഒന്ന് ഈ ഇൻവോയ്സിൻ്റെ കാര്യമാണ്, അത് എന്ത് ചെയ്തു 5 കോടിയാക്കി മാറ്റി. ഓക്കെ, ദാറ്റ് ഈസ് വൺ അമെൻമെൻറ്റ്. നെക്സ്റ്റ് അമെൻമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് what is the next amendment, I'll tell you, but is അടുത്ത അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഓക്കെ, നെക്സ്റ്റ് അമെൻമെൻറ്റ് ഈസ് അവിടെ ഈ ഇൻവോയ്സ് അവിടെ ഇവിടെ രജിസ്റ്റേർഡ് പേഴ്സൺ എന്നുള്ള ഒരു കാര്യത്തിലൊരു അമെൻമെൻ്റ് ഉണ്ട്. ഇൻക്ലൂഡിങ് ഗവൺമെൻറ് അതോറിറ്റി ടേക്കൻ രജിസ്ട്രേഷൻ ഫോർ TDS. നമ്മൾ RCMൻ്റെ ഒക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട്, ഈ ഗവൺമെൻറ്റൽ അതോറിറ്റി TDSന് വേണ്ടി മാത്രം രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് റിലാക്സേഷൻ ഉണ്ട്, അവരെ രജിസ്റ്റേർഡ് പേഴ്സണായിട്ട് കൂട്ടണ്ട. പല സ്ഥലങ്ങളിലും ഗവൺമെൻറ് TDSന് വേണ്ടി മാത്രം, TDS നമ്മൾ പഠിക്കാനുണ്ട് 51, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ TDSന് വേണ്ടി മാത്രം ഗവൺമെൻറ്റൽ അതോറിറ്റി രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണ്ട, പല സ്ഥലങ്ങളും രജിസ്റ്റേർഡ് പേഴ്സണായിട്ട് കൂട്ടണ്ട. കാരണം അവർ സപ്ലൈക്ക് വേണ്ടിയിട്ടല്ല, ഈ ഒരു TDSന് വേണ്ടി മാത്രം രജിസ്ട്രേഷൻ എടുത്താണ്. പക്ഷേ ഈ ഇൻവോയ്സിൻ്റെ കേസിൽ പറയാണ്, ഈ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവരും ഉൾപ്പെടും. അവർ TDSൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം രജിസ്ട്രേഷൻ എടുത്താണെങ്കിൽ കൂടെ അവരെയും നമ്മൾ എന്ത് ചെയ്യും, രജിസ്റ്റേർഡ് പേഴ്സണായിട്ട് ഉൾപ്പെടുത്തും. നോ റിലാക്സേഷൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ അവരുടെ കേസും ഈ ഇൻവോയ്സ് വേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് അതോറിറ്റി ടേക്കൻ രജിസ്ട്രേഷൻ ഫോർ TDS അവർക്ക് സപ്ലൈ ചെയ്യണമെങ്കിലും എന്ത് വേണ്ടി വരും, ഈ ഇൻവോയ്സ് വേണ്ടി വരും, വേറെ പ്രശ്നമില്ല. പിന്നെ അടുത്തൊരു അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, അപ്പോൾ ദാറ്റ് ഇസ് സെക്കൻഡ് അമെൻമെൻറ്റ്. തേർഡ് അമെൻമെൻറ്റ് കണ്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സിൽ നല്ലൊരു അമെൻമെൻറ്റ് ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ കണ്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സിൽ ഒരു അമെൻമെൻറ്റ് ഉണ്ട്. നമുക്ക് ഒരു ആളുടെ അഡ്രസ്സ് അല്ലേ, അയാൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അഡ്രസ്സ് കാണിക്കണം. ഇനി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ 50,000 മുകളിലാണെങ്കിൽ മാത്രം അഡ്രസ്സ് കാണിച്ചാൽ മതി. പക്ഷേ
ഈ എന്താണ് അപ്പോൾ കസ്റ്റമർ അൺരജിസ്റ്റർഡ് ആണെങ്കിൽ എപ്പോൾ മാത്രം അഡ്രസ്സ് കാണിച്ചാൽ മതി 50,000 മുകളിലാണെങ്കിൽ. പക്ഷേ പുതിയ അമെൻമെൻറ്റ് ഇൻ കേസ് ഓഫ് സപ്ലൈ ഇൻവോൾവിംഗ് സപ്ലൈ ഓൺലൈൻ മണി ഗെയിമിങ്ങിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഇസിഒ വഴി സപ്ലൈ ചെയ്യുന്ന കേസോ അല്ലെങ്കിൽ OIDRൻ്റെ കേസോ ആണെങ്കിൽ റെസീപ്പിന് അൺരജിസ്റ്റർഡ് ആണെങ്കിൽ വാല്യൂ 50,000 താഴെയാണെങ്കിൽ നിർബന്ധമായിട്ട് അഡ്രസ്സ് കാണിക്കണം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അയാളുടെ നെയിം ഓഫ് ദ സ്റ്റേറ്റും അതുപോലെ തന്നെ അത് മതി. ഓക്കെ, നെയിം ഓഫ് ദ സ്റ്റേറ്റ് മാത്രം മതി, അല്ലാതെ അയാളുടെ വീട്ടുപേരൊന്നും കാണിക്കേണ്ട, നെയിം ഓഫ് ദ സ്റ്റേറ്റ് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ അഡ്രസ്സ് നിർബന്ധമാണ് ഏതിൻ്റെ കേസിലും, ഓൺലൈൻ മണി ഗെയിമിൻ്റെ കേസിലും ഇസിഒൻ്റെ കേസിലും OIDRൻ്റെ കേസിലും. അത് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും, റെസീപ്പിൻ്റെ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, അഡ്രസ്സ് കാണിക്കും. പക്ഷേ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഏത് മാത്രം കാണിച്ചാൽ മതി, ആളുടെ നെയിം ഓഫ് ദ സ്റ്റേറ്റ് മാത്രം കാണിച്ചാൽ, പിൻകോഡോ ഒന്നും കാണിക്കേണ്ട. പണ്ട് പിൻകോഡോ കാണിക്കേണ്ടത് അതും ഒരു അമെൻമെൻ്റ് ആണ്. ഇപ്പോൾ പിൻകോഡൊന്നും വേണ്ട, നെയിം ഓഫ് ദ സ്റ്റേറ്റ് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എൻ അമെൻമെൻറ്റ്. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ ഒരു അമെൻമെൻ്റ് ആണ്. അത്ര സംഭവമായിട്ടുള്ളൊരു അമെൻമെൻ്റ് അല്ല ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ ഈ അമെൻമെൻറ്റ് മുമ്പ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പിന്നെ ഈ പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ നമ്മളൊരു ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ ചെയ്ത് ഓർമ്മയുണ്ടെങ്കിൽ അല്ലേ, ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷനിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ, ആ ക്ലാരിഫിക്കേഷൻ ഞാൻ ജസ്റ്റ് വായിച്ചു കേട്ടോ. കാരണം അത് എനിക്കങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാനത് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, ഈ ഒരു കാര്യം ഡേറ്റ് ഓഫ് യൂട്ടിലൈസേഷനും അതുപോലെ തന്നെ ഈ ഒരു സാധനം, അതായത് പിന്നെ ITC റോങ്, ഈ പോയിൻ്റ് ഫുള്ളായിട്ട് പറയണം ഞാനത് പറയണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ക്ലാരിഫിക്കേഷൻ. അപ്പോൾ ക്ലാരിഫിക്കേഷൻ പറയണമെങ്കിൽ ആദ്യം ഞാനിത് ഫുള്ളായിട്ട് പറയണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് വായിച്ചു വിടാം. ഓക്കെ ഫൈൻ. എന്താണെന്ന് വെച്ചാൽ ഫോർ കമ്പ്യൂട്ടിംഗ് വെദർ റോങ്ലി അവൈൽഡ് IGST ITC. അപ്പോൾ IGST ITC മാത്രമാണ് ഈ പറഞ്ഞ ഒരു ക്ലാരിഫിക്കേഷൻ. യൂട്ടിലൈസ്ഡ് ആൻഡ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദേ യൂട്ടിലൈസ്, ദാറ്റ് ഈസ് വെൻ ദ ബാലൻസ് ഇൻ ദ ക്രെഡിറ്റ് ലെഡ്ജർ ഫാൾസ് ബിലോ ദ എമൗണ്ട് ഓഫ് ITC. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ മുകളിൽ പറയുന്നത്. ദാറ്റ് ഈസ് വെൻ ദ ബാലൻസ് ഇൻ ദ ക്രെഡിറ്റ് ലെഡ്ജർ ഫാൾസ് ബിലോ ദ എമൗണ്ട് ഓഫ് ITC റോങ്ലി അവൈൽഡ്. The total balance of the credit ledger, that is IGST, CGST, SGST together shall be taken and not IGST balance only. അതായത് ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ റോങ്ലി അവൈൽഡ്, ഇപ്പോൾ എക്സാമ്പിൾ ശരിക്കും ITC 1 lakh ആണ്. ഓക്കെ, 1 lakh ITC ഉണ്ട് നമ്മൾ, പക്ഷേ റോങ്ലി അവൈൽഡ് ആയിട്ടുള്ള 50,000. അപ്പോൾ ടോട്ടൽ നമ്മൾ 1,50,000 റോങ്ലി അവൈൽ ചെയ്ത് വിചാരിക്കാം. പക്ഷേ റോങ്ലി അവൈൽ ചെയ്ത് വിചാരിച്ചിട്ട് നമ്മൾ ഈ 50,000 ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെപ്പോൾ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി, വെൻ ഇറ്റ് ഈസ് യൂട്ടിലൈസിങ്. അവൈൽ ചെയ്ത് ITC യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക, ഈ റോങ്ലി അവൈൽ ചെയ്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഈ സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം, നമ്മൾ സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവില്ലേ, ഈ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ഏതിൻ്റെ താഴെ വരിക. അപ്പോൾ എക്സാമ്പിൾ ക്ലോസിംഗ് ബാലൻസ് 20,000, അത് ഏതിൻ്റെ താഴെ വരിക, ഈ റോങ്ലി അവൈലിൻ്റെ താഴെ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഇവിടെ എത്രയാണ്, ക്ലോസിംഗ് ബാലൻസ് 20 ആണ്, റോങ്ലി അവൈൽഡ് 50 ആണ്. അപ്പോൾ നമ്മൾ റോങ്ലി യൂട്ടിലൈസ് എത്രയാണ്, 30,000. ആ ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ റോങ്ലി യൂട്ടിലൈസ്ഡ്. അപ്പോൾ ഇത് IGSTൻ്റെ ഈ റോങ്ലി യൂട്ടിലൈസ്ഡ് എമൗണ്ട് കണ്ടെത്തുന്ന സമയത്ത് ഈ ക്ലോസിംഗ് ബാലൻസിന് താഴെ IGSTൻ്റെ ITC വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് IGSTൻ്റെ ബാലൻസ് മാത്രമാണ് നോക്കേണ്ടത്, അതോ ക്ലോസിംഗ് ബാലൻസ് ഓഫ് CGST, SGST, IGST എല്ലാം കൂട്ടണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ IGSTയുമായിട്ട് CGSTയും SGSTയും എല്ലാം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ റോങ്ലി അവൈൽഡ് ഓഫ് IGST ITC, റോങ്ലി അവൈൽഡ് IGST ITC റോങ്ലി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ IGSTൻ്റെ ക്ലോസിംഗ് ബാലൻസ് മാത്രം നോക്കിയാൽ പോരാ, ഏതിനെ നോക്കണം, CGSTൻ്റെ SGSTൻ്റെ എല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ താഴെ വരുന്നാൽ മാത്രമേ അത് നമ്മൾ റോങ്ലി യൂട്ടിലൈസ്ഡ് ആയിട്ട് കണക്കാക്കുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ ക്ലാസ് എടുത്തത് മനസ്സിലാവണം. അതായത് ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മനസ്സിലായാൽ മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ ജസ്റ്റ് അത് അത്ര ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അല്ല. ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ. ഫൈൻ. ഇനി TCS CA ഇൻ്ററിൽ ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ TCS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അത് കേട്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് മൾട്ടിപ്പിൾ ECUൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ്. നമുക്കെല്ലാവർക്കും അറിയാം TCS ആരാ കളക്ട് ചെയ്യണം, ECU കളക്ട് ചെയ്യണം. 9 Subsection 5 അല്ലാത്ത എല്ലാ കേസിലും എന്ത് ചെയ്യണം, TCS പിടിക്കണം, നമുക്ക് അറിയാം. അപ്പോൾ മൾട്ടിപ്പിൾ ECU എന്ന് വെച്ചാൽ 2 ECU വരുന്ന കേസ്, ഒരേ ട്രാൻസാക്ഷൻ 2 ECU, സപ്ലയർ സൈഡ് ECU, ബയർ സൈഡ് ECU. അതായത് ഇപ്പോൾ റെസീപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു 1 lakh rupees പിന്നെ വാങ്ങുകയാണ്. അതിൽ ബയർ ECU എന്ത് ചെയ്യും, അയാളുടെ കമ്മീഷൻ 1000 പിടിച്ചു, 99,000 സപ്ലയർ ECU കൊടുത്തു. അപ്പോൾ അയാളുടെ കമ്മീഷൻ കൊടുത്തിട്ട് 98,000 സപ്ലയർ കൊടുക്കുന്നത്. ഇപ്പോൾ 2 ക്ലാരിഫിക്കേഷനാണ്. ഇവിടെ ആരാണ് TCS പിടിക്കേണ്ടത്? വെരി സിമ്പിൾ, സപ്ലയറുടെ, ഇയാളല്ലേ ലാസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്, സപ്ലയർക്ക് ലാസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അയാളാണ് TCS പിടിക്കേണ്ടത്.
രണ്ടാമത്തെ ക്ലാരിഫിക്കേഷൻ, ഈ സപ്ലയർ എന്നുള്ള ആളില്ല, ഈ സപ്ലയർ ഈസിയോ തന്നെയാണ് സപ്ലയർ. അയാൾ, അതായത് ഈ സപ്ലയർ ഈസ് ആക്ടിങ് ഇൻ 2 കപ്പാസിറ്റി, വൺ ഈസ് എ സപ്ലയർ ആൻഡ് അതർ വൺ ഈസ് എ ഈസിയോ. അങ്ങനെയാണെങ്കിൽ ആരാണ് പിടിക്കേണ്ടത് വെച്ചാൽ ഈ ആളാണ്, ബയർ ഈസിയോ ആണ് TCS പിടിക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ക്ലാരിഫിക്കേഷനാണ്. മൾട്ടിപ്പിൾ ഈസിയോ ഉണ്ടെങ്കിൽ നോർമൽ കേസിൽ ആരാണ് TCS പിടിക്കേണ്ടത് വെച്ചാൽ സപ്ലയർ ഈസിയോ ആണ്. പക്ഷേ വെൻ ദ സപ്ലയർ ഈസിയോ ആക്ട് ഇസ് 2 കപ്പാസിറ്റി, വൺ ഈസ് എ സപ്ലയർ ഹിംസെൽഫ് ആൻഡ് ഓൾസോ ഈസ് എ ഈസിയോ. അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ ബയർ ഈസിയോ ഇയാളാണ് TCS പിടിക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് പോയിട്ട് യു ഹാവ് ടു റെഫർ TCS ചാപ്റ്റർ. TCS ചാപ്റ്റർ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് കണ്ടാൽ മാത്രം ഇത് മനസ്സിലാവും. ഓക്കെ, കാരണം ന്യൂ സ്കീമിൽ C&L ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞാണ്. അപ്പോൾ അത് വായിക്കണം, അത് കണ്ടിട്ട് മാത്രം. പിന്നെ റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് അനലൈസ് ചെയ്യാം. പിന്നെ ഓൾറെഡി ഫൈനലിൽ ഓൾറെഡി ഉണ്ട സംഭവമാണ് അല്ലേ. ഓക്കെ, ഇനി റിട്ടേൺസ് ചാപ്റ്ററിൽ എന്താണ് അമെൻമെൻറ്റ് നോക്കാം. ഒന്ന് ഡി ബാറിങ്, എന്താണ് നമ്മളുടെ GSTR1 സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്, ബ്ലോക്ക് ചെയ്യും, ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ അമെൻമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. സോ വെരി സിമ്പിൾ അമെൻമെൻ്റ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്. നമ്മൾ GSTR1 കേസ് ബ്ലോക്കിംഗ് ഓഫ് GSTR1 എന്നുള്ള ഹെഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ കഴിഞ്ഞ മാസത്തെ GSTR1 ചെയ്തില്ലെങ്കിൽ ബ്ലോക്ക് ആവും, അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട്. പിന്നെ റൂൾ 88C ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളതാണ് റൂൾ 88D. ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്, GSTR 2Bയിൽ വരാത്ത ITC 3Bയിൽ കാണിക്കാം. അതാണ് റൂൾ 88 നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അത് വയലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ GSTR1 സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വയലേറ്റ് റൂൾ 10A എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക 30 ദിവസം കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം പറഞ്ഞ ഓർമ്മ, ഒരു അമെൻമെൻറ്റ് പഠിച്ച ഓർമ്മല്ലേ. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് 30 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് GSTR1 സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ 2 അമെൻമെൻറ്റ്. അപ്പോൾ GSTR1 സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ 2 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇത് തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇൻ്ററിൽ, എസ്പെഷ്യലി ഇൻ്റർ ലെവലിൽ ഒരു തിയറി ആയിട്ടൊക്കെ ചോദിക്കാം, ഏതൊക്കെ കേസിലാണ് ബ്ലോക്കിംഗ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ഫൈൻ. പിന്നെയുള്ള അമെൻമെൻ്റ് എന്ന് വെച്ചാൽ ഒരു പുതിയ റിട്ടേൺ കൊണ്ടുവന്നു, GSTR 5A. അതായത് പിന്നെ ഓൺലൈൻ, പുതിയ റിട്ടേൺ അല്ല, സോറി, ഓൺലൈൻ മണി ഗെയിമിങ് കൂടെ അതിൽ ആഡ് ചെയ്ത് മാത്രം. ഓക്കെ, അപ്പോൾ OIDRൻ്റെ കേസിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഓൺലൈൻ മണി ഗെയിമിങ് അവരും കൂടെ ഈ GSTR 5A സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഓൾറെഡി ഉണ്ടായിരുന്ന ഇതിന് അതിൽ ഓൺലൈൻ മണി ഗെയിമിങ് കൂടെ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. വേറൊന്നും അതിൽ അമെൻമെൻ്റ് ഇല്ല. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവങ്ങൾ, ഓക്കെ, ഇതും ഇൻ്ററിന് ബാധകമല്ല കേട്ടോ, ഇത് ഇൻ്ററിന് ബാധകമല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്ന സാധനങ്ങൾ ഓൺലി ഫോർ ഫൈനൽ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇൻ്റർ സ്റ്റുഡൻസിന് ഇപ്പം ലീവ് ചെയ്യാം. അപ്പോൾ നമ്മൾ വായിച്ച അമെൻമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ PDF, ഈ അമെൻമെൻറ്റിൻ്റെ മാത്രം PDF വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഒരു എൻ്റെ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ അതിൽ ഷെയർ ചെയ്തോളാം. അല്ലെങ്കിൽ എൻ്റെ അതിലാണ് നല്ലത്, വാട്സപ്പ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു PDF ഷെയർ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് വൺ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അപ്പോൾ ഫൈനൽ മാത്രമുള്ളതാണ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൻ്റെ കേസിൽ എന്താണ് അമെൻമെൻറ്റ് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സ്പോർട്ട് ഓഫ് സർവീസിൻ്റെ കേസിൽ, എസ്പെഷ്യലി എക്സ്പോർട്ട് ഓഫ് സർവീസിൻ്റെ കേസിൽ കുറേ കണ്ടീഷൻ പറയുന്നുണ്ട്. എക്സ്പോർട്ട് ഓഫ് സർവീസ് ആവണമെങ്കിൽ കുറേ കണ്ടീഷൻ, പ്ലേസസ് ഓഫ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം, അങ്ങനെ കുറേ കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ മറ്റൊരു കണ്ടീഷൻ കൂടെ പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ റുപ്പിയിൽ, ഫോറിൻ കറൻസിയിൽ പൈസ കിട്ടണം. അപ്പോൾ അതിൽ പുതിയൊരു അമെൻമെൻറ്റ് വെച്ചാൽ ഈ വോസ്ട്രോ അക്കൗണ്ട്, നിങ്ങൾ SFMൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, വോസ്ട്രോ അക്കൗണ്ട്. അപ്പോൾ സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ടിൽ ഓഫ് ദ കറസ്പോണ്ടൻറ്റ് ബാങ്ക് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത പോലെ കണക്കാക്കും. നമുക്ക് ഫോറിൻ കറൻസിയിൽ കിട്ടിയ പോലെ കണക്കാക്കും. അപ്പോൾ ആ ഒരു അക്കൗണ്ട് ഓർത്തിരിക്കുക, സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ട് ഓഫ് എ കറസ്പോണ്ടൻറ്റ് ബാങ്ക് ഓഫ് എ പാർട്ട്ണർ ട്രേഡിംഗ് കൺട്രി. അപ്പോൾ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ എക്സ്പോർട്ട് ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കാം. പിന്നുള്ളത് റീഫണ്ടിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് ഇതൊക്കെ, ഇനി നമുക്ക് റീഫണ്ടിൻ്റെ കേസിൽ എന്താണ് അമെൻമെൻറ്റ് നോക്കാം. അപ്പോൾ ഞാൻ റീഫണ്ട് ചാപ്റ്റർ ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, റീഫണ്ടിൻ്റെ കേസിൽ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ്, ഒന്ന് നമ്മൾ 2B ആണ് നോക്കേണ്ടത്. റീഫണ്ടിൻ്റെ കേസിൽ നേരത്തെ 2A ആയിരുന്നു, അത് ഓൾറെഡി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആക്ടിൽ തന്നെ മാറ്റി 2B ആണ് നോക്കേണ്ടത്, 2A അല്ല നോക്കേണ്ടത്. ഓക്കെ, 2B ആണ് നോക്കേണ്ടത്. ഓക്കെ, അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ്, ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 2A
എ അല്ല, ഏതാണ് 2B ആണ്. GST 2B ആണ് നമ്മൾ റീഫണ്ടിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അത് ഓക്കെ ഫൈൻ. ടു ബി അല്ലേ, ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കവേർഡ് ഇൻ 2B ആണ് നോക്കേണ്ടത്, 2A അല്ല നോക്കേണ്ടത്, 2B ആണ് നോക്കേണ്ടത്. പിന്നെ ക്ലാരിഫിക്കേഷൻ ഓൺ കമ്പ്യൂട്ടേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ. നമ്മൾ റൂൾ 89 പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, റൂൾ 89 പഠിച്ചത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ റൂൾ 89 പഠിച്ച കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, റൂൾ 89 4ഉം 5ഉം പഠിച്ച ഓർമ്മല്ലേ. അപ്പോൾ അതിൽ ഈ നമ്മൾ ഈ എക്സ്പോർട്ട് ടേൺ ഓവർ കണ്ടെത്തുമ്പോൾ ഒരു മാക്സിമം 1 അത് ഓൾറെഡി ഉണ്ടായിരുന്നു. അതായത് മാക്സിമം ടേൺ ഓവർ എന്നൊരു സാധനം പഠിച്ചു, എക്സ്പോർട്ട് ടേൺ ഓവർ ഓഫ് ഗുഡ്സ് അല്ലേ. അതായത് സീറോ റേറ്റഡ് സപ്ലൈ ഗുഡ്സിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1.5 ടൈംസ് അല്ലെ, 1.5 ടൈംസ് മാത്രമേ നമ്മൾ കാണിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഡൊമസ്റ്റിക്കിൽ എത്ര സെയിൽ ചെയ്യുന്നു അതിൻ്റെ 1.5 ടൈംസ് ആണ് മാക്സിമം നമുക്ക് കാണിക്കാൻ പറ്റുക. അപ്പോൾ അതേ പോയിൻ്റ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ നോക്കണം. ഈ എക്സ്പോർട്ട് ടേൺ ഓവറും ഡൊമസ്റ്റിക് ടേൺ ഓവറും കൂട്ടിയാണല്ലോ അഡ്ജസ്റ്റഡ് ടേൺ ഓവർ. അപ്പോൾ അവർ അഡ്ജസ്റ്റഡ് ടേൺ ഓവർ കൂട്ടുമ്പോൾ സമയത്തും എക്സ്പോർട്ട് ടേൺ ഓവർ നിങ്ങൾ മാക്സിമം എത്ര എടുക്കാൻ പറ്റുള്ളൂ, 1.5 ടൈംസ് ഓഫ് ഡൊമസ്റ്റിക് സെയിൽസ് ആസ് എബോ. അപ്പോൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടേഷൻ ഇപ്പോൾ ഏതിന് ബാധകമാണ്? അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ കണ്ടെത്തുന്ന സമയത്തും ആ 1.5 നോക്കിയിട്ട് വേണം എക്സ്പോർട്ട് ടേൺ ഓവർ കണ്ടെത്താൻ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് ഞാൻ ടോപ്പിക്സിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലൂല, കാരണം ഇത് അമെൻമെൻറ്റ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് അടുത്തതായിട്ട് വരുന്നത് ക്ലാരിഫിക്കേഷൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വിത്ത് ഇൻട്രസ്റ്റ് വെൻ ദ കണ്ടീഷൻ വയലേറ്റ് LUT. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അമെൻമെൻ്റ് ആണ്. അതായത് പിന്നെ ഇത് പല ആളുകൾക്കും നമുക്ക് ഇൻക്ലൂഡിങ് പ്രാക്ടീസിങ് ആയിട്ടുള്ള ആളുകൾക്കും വരുന്ന ഒരു ഡൗട്ടായിരുന്നു. പിന്നെ ഈ LUTയിലെ കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? എന്താ LUT നിങ്ങൾക്ക് എല്ലാവർക്കും ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് അല്ലേ. LUT എന്ന് വെച്ചാൽ നമുക്കറിയാം 2 രീതിയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ LUT അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി GST കൊടുക്കുക. എന്താണ് നമ്മൾ LUTയിൽ ശരിക്കും ചെയ്യുന്നത്? പിന്നെ എന്തായിരുന്നു LUT എന്ന് വെച്ചാൽ ബൈൻഡിങ്, നമ്മളെ ബൈൻഡ് ചെയ്യാണ്. എന്താ ബൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും വിത്തിൻ 15 days ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 3 months കൊണ്ട് എക്സ്പോർട്ട് ചെയ്യും. സർവീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വിത്തിൻ 15 ആഫ്റ്റർ ദ 1 year നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പേയ്മെൻറ്റ് ഇങ്ങോട്ട് കിട്ടും. ഇല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ, അങ്ങനെ എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ആ പൈസ അങ്ങോട്ട് തിരിച്ചു തരാം. ഇതാണ് നമ്മൾ പിന്നെ അതിൽ ബൈൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ ക്ലാരിഫിക്കേഷൻ പറഞ്ഞു വെച്ചാൽ പിന്നെ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്ലാരിഫിക്കേഷൻ? ആ LUTയിലെ കണ്ടീഷൻ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്താ LUTയിലെ കണ്ടീഷൻ? നമ്മൾ 3 മാസം കൊണ്ട് എക്സ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ 1 year കൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് കിട്ടും. സർവീസാണ് 1 year കൊണ്ട് പേയ്മെൻറ്റ് കിട്ടും. ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ടാക്സും ഇൻട്രസ്റ്റും നിങ്ങൾ അടച്ചോളാം അല്ലേ. അപ്പോൾ അതിൽ പറയുകയാണ് വേർ ദ ഗുഡ്സ് ഹാവ് നോട്ട് എക്സ്പോർട്ട് വിത്തിൻ 3 months, ഓക്കെ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നോട്ട് റിസീവ്ഡ് വിത്തിൻ 1 year, jurisdictional commissioner may, depending on the fact of each case, may grant extension. ഇതാണ് പ്രാക്ടിക്കലി ഇപ്പോൾ ചെയ്യാം. അവർ മാക്സിമം സമയം കൊടുക്കുക. വെറുതെ 3 മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല, അതെന്ത് ചെയ്യുക, കമ്മീഷണർ എന്ത് ചെയ്യുക വെച്ചാൽ അത് മാക്സിമം ടൈം കൊടുക്കുക, കുഴപ്പമില്ല, കുറച്ചും ടൈം എടുത്തോളി. ആൻഡ് സച്ച് പേഴ്സൺ ഷാൾ നോട്ട് ബി ഡെനീഡ് ദ ബെനിഫിറ്റ് ഓഫ് സീറോ റേറ്റഡ് സപ്ലൈ ഓൺ സബ്സീക്വൻറ്റ് എക്സ്പോർട്ട് ആഫ്റ്റർ ദ സെഡ് പീരിയഡ്. അപ്പോൾ അതുകൊണ്ട് അയാൾ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, സീറോ റേറ്റഡ് സപ്ലൈ എന്നുള്ള ആ ഒരു ബെനിഫിറ്റ് അയാൾക്ക് ഡിനൈ ചെയ്യാൻ പാടില്ല. ഇനി ഇഫ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഓൾറെഡി പെയ്ഡ്, അപ്പോൾ എന്താ പറയുക, ഓൾറെഡി 3 മാസം കൊണ്ട് കുറച്ച് ചിലപ്പോൾ പേടിയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ 3 മാസം കൊണ്ട് അത് എക്സ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ 1 year കൊണ്ട് പേയ്മെൻറ്റ് തന്നില്ല, ഓക്കെ, എന്നാൽ പിന്നെ ആ കണ്ടീഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടാക്സ് അടച്ചേക്കാം എന്ന് വിചാരിച്ച് ഓൾറെഡി പേ ചെയ്ത് വിചാരിക്കുക. ആൻഡ് ഇൻട്രസ്റ്റ് ഇഫ് ഓർ നോട്ട് എക്സ്പോർട്ട് വിത്തിൻ ദ ടൈം ഓർ റിയലൈസ് ദ പേയ്മെൻറ്റ് വിത്തിൻ ടൈം, ദെൻ ആഫ്റ്റർ സച്ച് എക്സ്പോർട്ട് മെയ്ഡ്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു, അങ്ങനെ നമ്മൾ അടച്ചു, ഗവൺമെൻറ്റിലേക്ക് അടച്ചു, അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ IGST നമ്മൾ എത്രയാണ് കൊടുത്തത് ഷാൾ ബി റീഫണ്ടഡ്, അത് റീഫണ്ട് ചെയ്യും. പക്ഷേ ഇൻട്രസ്റ്റ് തിരിച്ചു കിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ അടക്കാതിരിക്കുക. ഓക്കെ, അടക്കാതിരിക്കുക. അപ്പോൾ സംഭവത്തിലുള്ളൂ, നമ്മൾ 1 year കൊണ്ട് പേയ്മെൻറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ 3 months കൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ജുറിസ്ഡിക്ഷൻ കമ്മീഷണറുടെ അടുത്ത് പോയിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ വാങ്ങിച്ചാൽ മതി. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് സീറോ റേറ്റഡ് സപ്ലൈൻ്റെ ബെനിഫിറ്റ് കിട്ടൂല, അങ്ങനെയൊന്നുമില്ല, പ്രാക്ടിക്കലി ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അടക്കാതിരിക്കുക. അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പിന്നീട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് റീഫണ്ട് കിട്ടും. പക്ഷേ ഇൻട്രസ്റ്റ് റീഫണ്ട് കിട്ടില്ല.
അപ്പോൾ ശരിക്കും അത് അത്ര അപ്പോൾ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ LUT പറയുന്ന കാര്യം അത്രത്തോളം എന്തല്ല ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹാർഡ് ആൻഡ് ഫസ്റ്റ് റൂൾ അല്ല, അതൊരു പേടിക്ക് വേണ്ടി വെച്ചതാണ്. അത്രത്തോളം ഹാർഡ് ആൻഡ് ഫസ്റ്റ് റൂളായിട്ട് നിങ്ങൾ എടുക്കേണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് അടുത്ത അമെൻമെൻറ്റ് നമുക്ക് വരുന്നത് ഡിമാൻഡ് ആൻഡ് റിക്കവറിയിലാണ്. ഡിമാൻഡ് ആൻഡ് റിക്കവറിയിൽ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഡിമാൻഡ് റിക്കവറി പഠിച്ചിട്ടില്ലേ, അതിൽ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ അത് എപ്പോഴാണ് റിമൂവ് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് എപ്പോഴാണ് ഒഴിവാകുന്നത് വെച്ചാൽ ഓൺ ദ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ കമ്മീഷണർ. അത് ഓൾറെഡി ഉണ്ടായിരുന്നു, ഓൺ ദ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ കമ്മീഷൻ ഓൾറെഡി ഉണ്ടായിരുന്ന പോയിൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു പറയുന്നത് ഓൺ ദ എക്സ്പയറി ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂൻസ് ഓർഡർ ഓഫ് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് വിച്ച് ഓർ ഇസ് ഏർലിയർ. അപ്പോൾ നമ്മൾ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് വിട്ടുകൊടുക്കണം, പ്രൊവിഷണൽ അറ്റാച്ച് ചെയ്ത സാധനം വിട്ടുകൊടുക്കണം, മാക്സിമം 1 year. ഓക്കെ, പിന്നെ ഉള്ളത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. അപ്പോൾ അതിൽ കോമ്പൗണ്ടിങ് സെക്ഷൻ 130 പഠിച്ചു ഓർമ്മ, കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് പഠിച്ചിട്ടുണ്ടോ? കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് മീൻസ് എന്താ? വാട്ട് ഈസ് കോമ്പൗണ്ടിങ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് കോമ്പൗണ്ടിങ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇതിൽ പറയാണ് നമുക്ക് ജയിലിൽ പോകണം അല്ലേ? അപ്പോൾ ജയിലിൽ പോകൽ ഒഴിവാക്കാം. നമുക്ക് എങ്ങനെ ജയിലിൽ പോകൽ ഒഴിവാക്കാം എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് അടച്ച് ജയിലിൽ പോകൽ ഒഴിവാക്കാം. ഇപ്പോൾ ഒരു 2 years ഇംപ്രിസൺമെൻറ്റ് ഉണ്ട് വിചാരിക്കുക, പക്ഷേ കോമ്പൗണ്ടബിൾ ഒഫൻസാണ് നമുക്ക് എന്ത് ചെയ്യാം, ആ 2 yearsന് പകരം നമുക്ക് പേയ്മെൻറ്റ് അടച്ചാൽ മതി, ടാക്സ് അല്ലെങ്കിൽ പെനാൽറ്റി അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എത്രയാണ് കോമ്പൗണ്ടിങ്ങിന് വേണ്ടി കൊടുക്കേണ്ടത്? ഈ 132 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, 132 ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 132 അല്ലേ? ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഒഫൻസ് ആൻഡ് പെനാൽറ്റീസിൽ 132 എന്നുള്ള സെക്ഷൻ ഉണ്ട് അല്ലേ? വി ഹാവ് എ 132 സെക്ഷൻ ബഡീസ്. എവിടെയാണത്? 132 ഓക്കെ, 132 അല്ലേ? അപ്പോൾ 132 കുറേ 132A, B, C അങ്ങനെ കുറേ സംഭവം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 132 ഞാൻ ഇപ്പോൾ കാണിച്ച അതിൽ 132 ACDE. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ പറഞ്ഞ പണിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ACDE എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് വിത്തൗട്ട് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അല്ലെങ്കിൽ ITC അവെയിൽ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് 3 monthsന് മുകളിൽ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഓക്കെ, അങ്ങനത്തെ കേസുകളിൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ പെനാൽറ്റി കൊടുക്കണം. കോമ്പൗണ്ടബിൾ ഒഫൻസ് 5 കോടിൻ്റെ മുകളിലുള്ള എന്താണ് ഒരു ഫ്രോഡാണ് വിചാരിക്കാം. 5 കോടിയുടെ മുകളിലുള്ള ഫ്രോഡാണെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് ചെയ്യാൻ എത്ര, ഇതിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, ഈ ഒരു വേർഡിങ്ങിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതിൽ പറയണം അപ് ടു നിങ്ങൾ എത്ര കോമ്പൗണ്ടിങ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത് വെച്ചാൽ അപ് ടു 75% ഓഫ് ദി എമൗണ്ട് ഓഫ് ടാക്സ് ഓർ ITC റോങ്ലി അവൈൽഡ് ഓർ 50% ഓഫ് ദി എമൗണ്ട് ഓഫ് ടാക്സ് ഇവേർഡ് ഓർ ITC അവൈൽഡ് വിച്ച് ഒരു സഹർ. ഇതെന്താണ് ഒരു ഉദ്ദേശം വെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും, ഇതൊരു മിനിമം മാക്സിമം ഇതാണ് ഉദ്ദേശിക്കേണ്ടത്. മിനിമം ആൻഡ് മാക്സിമം, മിനിമം എത്ര കൊടുക്കണം, മാക്സിമം എത്ര കൊടുക്കണം കോമ്പൗണ്ട് ചെയ്യാൻ. അപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക ഒഫൻസസ് നമുക്ക് കോമ്പൗണ്ട് ചെയ്യണമെങ്കിൽ അതിൽ പറഞ്ഞ പ്രോസിക്യൂഷൻസ് കോമ്പൗണ്ട് ചെയ്യണമെങ്കിൽ 5 കോടിൻ്റെ മുകളിലുള്ള എമൗണ്ടിൻ്റെ കേസിൽ, അതായത് അത്രയും എമൗണ്ട് വരുന്ന കേസാണെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി എത്ര കൊടുക്കണം, എക്സ്ട്രാ കൊടുക്കണം. കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 75% നിങ്ങളുടെ ടാക്സിൻ്റെ എമൗണ്ട് എക്സ്ട്രാ കൊടുക്കണം മാക്സിമം. മിനിമം 50%. ഇനി 2 കോടിൻ്റെ മുകളിലാണ് വിചാരിക്കുക, 5 കോടിൻ്റെ താഴെയാണ്, 2 കോടിൻ്റെ മുകളിലാണെങ്കിൽ എത്ര കൊടുക്കണം, 60% മാക്സിമം, 40% മിനിമം. ഇനി 132(1)(f) ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ HI ഒക്കെ ആണെങ്കിൽ എമൗണ്ട് ഈക്വൽ ടു 25% ഓഫ് ദ ടാക്സ് ഇവേഡ്. ഓക്കെ, ഇവിടെ ഞാൻ തന്നെയാണ് 25% ഓഫ് ടാക്സ് ഇവേഡ്. പിന്നെ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ദ ഒഫൻസസ് ഓർ അബൻസ് ഓഫൻസ്, നമ്മൾ അത് സഹായിക്കുക, അങ്ങനെയാണെങ്കിലും 25% ഓഫ് ദി ITC ഇവേഡ്. ഇവിടെയും 25% ഓഫ് ദി ITC ഇവേഡ്. അത്രയും എമൗണ്ട് നമ്മൾ കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഇപ്പോൾ കോമ്പൗണ്ടബിൾ ഒഫൻസ് എത്രയേ ഉള്ളൂ, കോമ്പൗണ്ടിങ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജയിലിൽ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കുക. അത് എത്ര പൈസ കൊടുക്കണമെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, ഫൈൻ. പിന്നെ അപ്പീൽസ് ആൻഡ് റിവിഷൻ. അപ്പീൽ ആൻഡ് റിവിഷൻ്റെ കേസിൽ എന്താ അമ്മയെന്ന് വെച്ചാൽ അപ്പീൽ ക്യാൻ നൗ ബി ഫയൽഡ് മാനുവലി ഇൻ സർട്ടൻ കേസസ്. ഓക്കെ, അപ്പോൾ പിന്നെ an appeal to the appellate authority may be filed manually in IPL 01 in case of appeal by aggrieved person or GST in case of appeal by department along with the relevant document only if the commissioner has so notified, and the same cannot be filed electronically due to non-availability of the decision of the order of the common portal. അതായത്
നമുക്ക് എപ്പോഴാണ് പിന്നെ അപ്പീൽ മാനുവലി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പീലിൻ്റെ ഇപ്പോൾ നമ്മളൊരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓർഡർ പാസ്സാക്കും, അത് അയാൾ എന്ത് ചെയ്യും, കോമൺ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുക. കാരണം അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, വിത്തിൻ 7 days കൊണ്ട് നമ്മളതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി സബ്മിറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ കോമൺ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സർട്ടിഫൈഡ് കോപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സർട്ടിഫൈഡ് കോപ്പി കോമൺ പോർട്ടലിൽ ഇല്ലയെന്ന് വിചാരിക്കാം. ഓക്കെ, ഓർഡർ കോമൺ പോർട്ടലിൽ ഇല്ലയെന്ന് വിചാരിക്കാം, നോൺ അവൈലബിലിറ്റി. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലി അപ്പീൽ സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ കമ്മീഷൻ നോട്ടിഫൈ ചെയ്ത കേസിൽ മാനുവലി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നു, മാനുവലി സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കസ്റ്റംസിലാണ്. പിന്നെ നമുക്ക് അത് ഒന്ന് ഇമ്പോർട്ടേഷൻ ആൻഡ് എക്സ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ ഡെഫേർഡ് പേയ്മെൻറ്റ് ഡ്യൂട്ടി 2016 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ഡ്യൂ ഡേറ്റ് വെച്ചിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക. അതിൽ ഒന്നുമില്ല, പിന്നെ ചില കേസിൽ നെസസറി ആണെങ്കിൽ അലോ ദ പേയ്മെൻറ്റ് ടു ബി ഡൺ ഓൺ എ ഡിഫറെൻറ്റ് ഡ്യൂ ഡേറ്റ്. ആ ഡ്യൂ ഡേറ്റ് അല്ലാത്ത വേറെ ഡ്യൂ ഡേറ്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ അത് അടയ്ക്കാനുള്ള അവസരം കൊടുക്കാം. എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കേസ് ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ഡ്യൂ ഡേറ്റ് നമ്മൾ അതിൽ നിങ്ങൾ വായിച്ചുകൊണ്ടല്ലേ, ഡെഫേർഡ് പേയ്മെൻറ്റ് ഡ്യൂട്ടി റൂൾ 2016 എന്നുള്ള സംഭവം ഉണ്ട്. നിങ്ങൾ അതേപോലെ ഹെഡിങ് ഞാൻ എൻ്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വായിച്ചു നോക്കുക, അതിൽ കുറേ ഡ്യൂ ഡേറ്റ് പഠിച്ചിട്ടുണ്ട്. ആ ഡ്യൂ ഡേറ്റ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇനി അതിൽ എലിജിബിൾ ഷാൽ പെർമിറ്റഡ് ടു മേക്ക് ദ ഡെഫേർഡ് പേയ്മെൻറ്റ് ഇഫ് ഹി ഹാസ് പെയ്ഡ് ഡ്യൂട്ടി ഫോർ എ ബിൽ ഓഫ് എൻട്രി വിത്തിൻ ദ ഡ്യൂ ഡേറ്റ്, പേ ദ ഡിഫറൻഷ്യൽ ഡ്യൂട്ടി ഫോർ ദ സെയിം ബിൽ ഓഫ് എൻട്രി അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഓൺ ദ അക്കൗണ്ട് ഓഫ് റീ അസസ്മെൻറ്റ് വിത്തിൻ 1 day. അതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മാത്രമേ ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. GSTൻ്റെ പോലെ തന്നെ കസ്റ്റംസിലും എന്ത് വരുന്നുണ്ട്, ക്യാഷ് ലെഡ്ജർ വരുന്നുണ്ട്. ഒറ്റയടിക്കല്ല, അത് ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷനാണ് അല്ലേ. അപ്പോൾ ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ കേസിൽ പിന്നെ എല്ലാ പേയ്മെൻറ്റും ക്യാഷ് ലെഡ്ജറിലൂടെ അല്ല, ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ എന്താണ് ഇപ്പോഴത്തെ ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷനിൽ ഫോളോയിങ് പേയ്മെൻറ്റ് ആസ് എക്സംപ്റ്റഡ്, ഈ പറഞ്ഞ കേസുകളൊക്കെ എക്സംപ്റ്റ് ആണ്. ഇപ്പോൾ ഇതൊന്നും എന്താണ് ക്യാഷ് ലെഡ്ജറിലൂടെ അല്ല പേ ചെയ്യേണ്ടത്. ഒന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ട് കസ്റ്റം സിസ്റ്റം, കസ്റ്റം ഓട്ടോമാറ്റഡ് സിസ്റ്റം ഈസ് നോട്ട് ഇൻ പ്ലേസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ഗുഡ്സ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇൻ്റർനാഷണൽ കൊറിയർ ടെർമിനൽസ് വിത്ത് റെസ്പെക്ട് ടു അക്കമ്പനിഡ് ബാഗേജ് ദോസ് ഫോർ മേക്കിംഗ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഓഫ് എനി ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ് ഇൻക്ലൂഡ് സെസ് ആൻഡ് സർചാർജ് ലെവി. അപ്പോൾ ഇതല്ലാത്ത ഈ പേയ്മെൻറ്റ് അല്ലാത്ത ബാക്കിയുള്ള പേയ്മെൻറ്റും എന്താണ്, അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ക്യാഷ് ലെഡ്ജറിലൂടെ മാത്രമേ പേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലാത്ത ബാക്കിയുള്ള പേയ്മെൻറ്റൊക്കെ നമുക്ക് ക്യാഷ് ലെഡ്ജർ ഒഴിവാക്കിയിട്ട് പേ ചെയ്യാം. അപ്പോൾ ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷനിൽ ഇത്രേ പറയുന്നുള്ളൂ, ഈ പറഞ്ഞ പേയ്മെൻറ്റുകൾ ഒഴികെ ബാക്കിയുള്ള പേയ്മെൻറ്റുകൾ നിർബന്ധമായിട്ട് ഈ പേയ്മെൻറ്റുകൾ നിർബന്ധമായിട്ട് ക്യാഷ് ലെഡ്ജറിൽ മാത്രമേ പേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് എക്സംപ്റ്റഡ് ഫ്രം ക്യാഷ് ലെഡ്ജറാണ്. ഈ പറഞ്ഞ കേസുകളും ക്യാഷ് ലെഡ്ജറിൽ നിന്ന് എക്സംപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ അമെൻമെൻറ്റിൽ പഠിക്കാനുള്ളത്. ഞാൻ വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ കോൺസെപ്റ്റിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല. അമെൻമെൻറ്റുകൾ പരിചയപ്പെടുത്തൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എവിടെയൊക്കെ അമെൻമെൻറ്റ് വന്നു, ഇപ്പോൾ അതിൻ്റെ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ഇത് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഒരു ഞാൻ ഈ അമെൻമെൻറ്റിൻ്റെ ബുക്കിൻ്റെ PDF ഞാൻ ഒരിക്കലും തരില്ല. കാരണം വെച്ചാൽ ബുക്കിൻ്റെ PDF നമ്മൾ ഫിസിക്കലി മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ഈ അമെൻമെൻറ്റിൻ്റെ PDF ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ ഷെയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ബഡീസ്. ഫൈൻ.